ഈ ഒരു 100 മുടിയിൽ കൂടുതൽ ഒരു ദിവസം പോവുകയാണെങ്കിൽ, കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളതിനെ കരുതണം. അതായത് അത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല, സംതിങ് അബ്നോർമൽ എന്നുള്ളത്. ഈ കഷണ്ടി ഉണ്ടാവുന്നത് ജെനറ്റിക്സ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി. താരൻ മുടി കൊഴിച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവമല്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ പോവില്ല. ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് ടു ഗോ. ഇത് ചെയ്യുന്ന സമയത്ത് മുഴുവൻ പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. ഒന്നെങ്കിൽ അതൊരു പ്രോപ്പർ പേഷ്യന്റിലല്ല ചെയ്തേക്കണം. അൺകൺട്രോൾ ഡയബറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ വി വിൽ നോട്ട് ഡു ഇറ്റ്. ദേ വിൽ ഹാവ് ടു കൺട്രോൾ ദ ഡയബറ്റിസ്. ഹൈ ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് അണുവിമുക്തമായിട്ട് എല്ലാം ഇൻസ്ട്രുമെന്റ്സും എക്വിപ്മെന്റും അതിന്റെ പ്രൊസീജിയറും അതിന്റെ OTയും കീപ്പ് ചെയ്യണം. കഷണ്ടിക്ക് മരുന്നില്ല എന്നുള്ളത് ഒരു നാട്ടുമൊഴിയാണ്. എന്നാൽ കഷണ്ടിയിലേക്ക് എത്താതെ മുടി സംരക്ഷിക്കാനുള്ള വഴികളൊക്കെ ഇന്ന് വൈദ്യശാസ്ത്രത്തിലുണ്ട്. മുടി കൊഴിച്ചിലിനെക്കുറിച്ചും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് അലീന. എനിക്കൊപ്പമുള്ളത് ഡോക്ടർ പോൾ ജോർജ്, ഡോക്ടർ അനുരാധ. നമുക്ക് മുടി കൊഴിച്ചിൽ എന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്? മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല. അല്ല, സ്വാഭാവികമായിട്ടും എല്ലാവരുടെ തലയിൽ നിന്നും മുടി കൊഴിയും. നമ്മൾ ജനിച്ചപ്പോഴേ ഉള്ള മുടിയല്ല ഇപ്പോൾ നമ്മുടെ തലയിലിരിക്കുന്നത്, അല്ലേ? എല്ലാ ദിവസവും ഏകദേശം ഒരു 50 മുതൽ 100 മുടി വരെ എല്ലാവരുടെ തലയിൽ നിന്നും കൊഴിയും. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. മുടി കൊഴിച്ചിലൊരു പ്രശ്നമാകുന്നത് എപ്പോഴാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ എല്ലാവർക്കും എണ്ണാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ഒരു കണക്ക്, ഈ ഒരു 100 മുടിയിൽ കൂടുതൽ ഒരു ദിവസം പോവുകയാണെങ്കിൽ, കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളതിനെ ഒന്ന് കരുതണം. അതായത് അത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല, സംതിങ് അബ്നോർമൽ എന്നുള്ളത്. അപ്പോൾ ഈ അബ്നോർമൽ എന്ന് പറയുമ്പം ഏത് രീതിയിൽ, ഏത് ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിലാണെന്നുള്ളത്. അത് ഡിഫ്യൂസ് ആണോ, അതായത് തലയിൽ നിന്ന് മൊത്തമായിട്ട് കൊഴിയുന്നതാണോ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു ഏരിയ എന്ന്, അതായത് നമുക്കറിയാം വട്ടത്തിലാണോ അല്ലെങ്കിൽ സ്കാൽപ്പിൻ്റെ ചില ഭാഗത്തു നിന്ന് മാത്രമാണോ എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ കാരണങ്ങളും വരുന്നത്. അപ്പോൾ ഈ ഡിഫ്യൂസ് ആയിട്ടുള്ള ഹെയർ ലോസ് വരുമ്പം നമ്മൾ നോക്കേണ്ടത്, ഒന്ന് ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഒരു ടീലജൻ എഫ്ലൂവിയം എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്. അത് പലർക്കും ആ സയൻറ്റിഫിക് ടേം കേട്ടിട്ടുണ്ടാവില്ല, എങ്കിലും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. കോവിഡ് വന്നു, ഡെങ്കിപ്പനി കഴിഞ്ഞു, ഭയങ്കര മുടി കൊഴിച്ചിൽ, ഈ സ്ഥിതി പോയ എൻ്റെ തല മുട്ടയാകും. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഇതാണ്, പല്ലവിയാണ്, അല്ലേ? പലർക്കും നിങ്ങൾ എല്ലാവരും ഇതിൽ കൂടെ കടന്നു പോയിട്ടും ഉണ്ടാവും. നമുക്ക് കോവിഡിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും, അത് കഴിഞ്ഞൊരു ഡെങ്കി എപ്പിസോഡ് കുറേ വന്നു, അപ്പോഴും പലർക്കും ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ അതിന് പറയുന്നത് ടീലജൻ എഫ്ലൂവിയം എന്നാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ടെർമിനോളജി. അതിൽ സാധാരണ നമുക്കൊരു ഹെയർ സൈക്കിൾ, അതായത് ഒരു ഗ്രോയിങ് ഫേസ് ഉണ്ട്, പിന്നെ ഒരു റെസ്റ്റിംഗ് ഫേസ് ആൻഡ് ഷെഡിങ് ഫേസ്, ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിൽ കൂടെ എല്ലാ മുടിയും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു അസുഖം, അതായത് കോവിഡ്, ഡെങ്കി ഞാനൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. എനി സിവിയർ ഇൽനെസ് ഫോർ ദാറ്റ് മാറ്റർ, പനി, ഈവൻ ചില വൈറൽ പനികൾ കഴിഞ്ഞാൽ വരാം, അല്ലെങ്കിൽ ന്യൂമോണിയ, എനി ഹോസ്പിറ്റലൈസേഷൻ, അല്ലെങ്കിൽ എനി സർജറി, സ്ത്രീകളിലാണെങ്കിൽ പ്രസവം, ഈവൺ ഒരു സിവിയർ ഇമോഷണൽ സ്ട്രെസ്, നമ്മൾ ഒരു പീരീഡിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇതെല്ലാം തന്നെ ഇങ്ങനത്തെ ഈ ഒരു തരത്തിലുള്ള ഒരു ഫിനോമിനന് കാരണമാകാം. പിന്നെ വരുന്നത് ക്രാഷ് ഡയറ്റ്സ്. നമുക്കിപ്പോൾ പല ഫാൻസി ഡയറ്റ്സും ഉണ്ടല്ലോ, കീറ്റോ ഡയറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡയറ്റ്സിൽ കൂടെ സാധാരണ പോകുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡയറ്റിലേക്ക് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഒരു 3 months, അതായത് ഈ ഒരു ഗ്രോയിങ് ഫേസിന് ഇത് പെട്ടെന്ന് ഇത് ഷെഡിങ് ഫേസിലേക്ക് ഈ ഒരു ഹെയർ സൈക്കിൾ തിരിയും. അപ്പോൾ സാധാരണയിലുപരിയായിട്ട് ഒരു ആക്ച്വലി ബഞ്ചസ് ഓഫ് ഹെയർ ആയിരിക്കും ഒരു ദിവസം എല്ലായിടത്തും, മുറിയിൽ, പില്ലോ, ബാത്റൂം, ഇതിലെല്ലാം നിറച്ച് മുടിയായിരിക്കും. അപ്പോൾ ഇത് വളരെ അലാമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് പലർക്കും അവർക്ക് കണ്ട പേടിയാവും. കാരണം ഇത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി. അപ്പോൾ പക്ഷേ ഇത് മനസ്സിലാക്കണേ, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന മുടിയെല്ലാം തിരിച്ചു വരും. ദിസ് വിൽ ഗോ ഓൺ ഫോർ അറൗണ്ട് 6 to 9 months, 9 മാസം കൊണ്ട് ഏകദേശം. ഇത് കഴിയുമ്പോൾ 6 months കഴിയുമ്പോഴേക്കും പതുക്കെ ഈ മുടി കൊഴിച്ചിൽ നിൽക്കും, ഈ പോയ മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരികയും ചെയ്യും. സോ അതിനെപ്പറ്റി ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ കം ബാക്ക്. സോ ഓൾ വി നീഡ് ഇസ് ടു റിയഷ്യൂർ. അനാവശ്യമായിട്ട് ആക്ച്വലി സപ്ലിമെൻറ്റ്സും എടുക്കേണ്ട ഒരു ആവശ്യം അപ്പോഴില്ല. പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് ഇതൊരു പേടിയാണ്. അതാണ് മെയിൻ ഇഷ്യൂ.
ഇറ്റ്സ് എ നോർമൽ തിങ് ദാറ്റ് വിൽ കം ബാക്ക് ആഫ്റ്റർ ഫ്യൂ മന്ത്സ്. അപ്പോൾ അതൊന്ന്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത്. കോമൺ ആയിട്ട് രണ്ടാമത്തത് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആകാം, അത് അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡി ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ്. അപ്പോൾ ഇത് വരുമ്പോഴും ഇതേ ഒരു ഡിഫ്യൂസ് ആയിട്ടുള്ളൊരു ഹെയർ ലോസ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് എന്താണ് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്ന ഹോർമോണൽ ഇഷ്യൂസ്, തൈറോയിഡ് എല്ലാവർക്കും അറിയാം, തൈറോയിഡ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മുടി കൊഴിയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഡിഫ്യൂസ് ആയിട്ട്. പിന്നെ അതുകൂടാതെ ചില മരുന്നുകൾ, ഇപ്പം കീമോ തെറാപ്പി ഏജൻറ്റ്സ്, ഡെഫിനറ്റ്ലി അത് ഹെയറിൻ്റെ ഈ സൈക്കിളിനെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. പക്ഷേ അത് നിർത്തി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തിരിച്ച് നോർമൽ ഹെയർ വരും. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഡിഫ്യൂസ് ആയിട്ടുള്ളൊരു ഹെയർ ഫോളിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ചില പാറ്റേൺസ് ഉണ്ടാവും. പുരുഷന്മാർക്കറിയാം, ഒരു പ്രായം കഴിയുമ്പോൾ പൊതുവെ ഈ 2 സൈഡിൽ നിന്നും ക്രൗൺ, അപ്പോൾ അത് കഷണ്ടി കയറുക എന്ന് പറയും. ദാറ്റ്സ് കോൾഡ് ആസ് മെയിൽ പാറ്റേൺ ഹെയർ ലോസ്. അതൊരു പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. സ്ത്രീകളിലും കഷണ്ടി ഉണ്ടാകും. എല്ലാവരുടെയും ധാരണ പുരുഷന്മാരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ വി ഹാവ് സംതിങ് കോൾഡ് ആസ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. ഫീമെയിൽ പാറ്റേണിൽ എന്താ പറയുക, നമ്മൾ ഈ മിഡ് പാർട്ടീഷൻ നേർപ്പകത്ത് എടുക്കുക എന്ന് പറയും. ആ ഏരിയ വിൽ ബിക്കം വൈഡർ. അതിൻ്റെ അവിടുത്തെ തിന്നിങ്, ഹെയർ ഡെൻസിറ്റി കുറഞ്ഞു വരും. ആൻഡ് ഇറ്റ് വിൽ ബിക്കം, നമുക്ക് ആ സ്കാൽപ്പ് കാണുന്ന രീതിയിൽ ഏർലിയർ സ്റ്റേജസ് നമുക്ക് അത്ര ശ്രദ്ധിച്ചൊന്നും വരില്ല. പക്ഷേ പോകെ ഓവർ ദി ഇയേഴ്സ് യു ക്യാൻ സീ നമ്മുടെ മിഡ് പാർട്ടീഷൻ ഇസ് ഗെറ്റിംഗ് വൈഡൻഡ്. അപ്പോൾ അതാണ് ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്. ഇത് വരാൻ ഈ മെയിൽ പാറ്റേൺ ഡെഫിനറ്റ്ലി അതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ട്. സെക്കൻഡ്, ഈ ഫീമെയിൽ പാറ്റേണിനും ഒന്ന് ജനറ്റിക്സ്, രണ്ടാമത്തത് ഈ ഹോർമോണൽ, അതായത് പോളിസിസ്റ്റിക് ഓവറീസ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇതുപോലുള്ള ഫീമെയിൽ പാറ്റേൺ ഹെയർ ലോസ്, അല്ലെങ്കിൽ സ്ത്രീകളിൽ കാണുന്ന ഒരു തരം കഷണ്ടിയാണത്. പിന്നെ നമ്മൾ കാണുന്നത് അലോപീഷ്യ ഏരിയേറ്റ എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് വളരെ ചെറിയ പാച്ചസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ് കുഡ് ബി സ്കാൽപ്പിലാകാം, ചിലപ്പം പുരുഷന്മാരിലാണെങ്കിൽ താടി, മീശ, പുരികം, ഇവിടെ നിന്നൊക്കെ പോകാം. ചെറിയ പാച്ചസ്, ഒരു പാച്ചാകാം, പല പാച്ചസ് ആകാം. ഈ കണ്ടീഷൻ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതായത് നമുക്ക് നമ്മുടെ നമ്മളുടെ ബോഡിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് പറയുന്നത്. ഇത് ചിലപ്പം മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആയിട്ട് റിലേറ്റ് ആയിട്ട് വരാം, അല്ലാതെ ഒറ്റയ്ക്കും വരാം. അപ്പോൾ ഇതിന് ഡെഫിനറ്റായിട്ട് നമുക്കൊരു പാറ്റേൺ ഉണ്ട്, ഒരു പാച്ചി ആയിട്ടുള്ള വട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു പാച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ. പിന്നെ കുറച്ച് സിസ്റ്റമിക് ഡിസീസസ്, ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ലൈക്ക് ലൂപ്പസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമെറ്റോസ്, SLE എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഡിസീസസിലും ഒക്കെ ഡിഫ്യൂസ് ആയിട്ടുള്ള, ചില ഇൻറ്റേർണൽ ഡിസീസസിലും ഒക്കെ ഡിഫ്യൂസ് ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവും. ഇത്രയാണ് നമുക്ക് ഹെയർ ഫോളിൻ്റെ കാരണങ്ങൾ. ആൻഡ് മോർ സോ അതിൽ ഈ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാരണങ്ങളെന്ന് മനസ്സിലാവും. ശരിക്കും നമ്മൾ എപ്പോൾ മുതലാണ് ഈ മുടി കൊഴിച്ചിലുണ്ടാവുന്ന കുട്ടികൾക്ക് മുടി കൊഴിച്ചിലുണ്ടാവും? ഡെഫിനറ്റ്ലി നമ്മൾ ജനിച്ചു കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ ആ ജനിച്ചിട്ടുള്ള മുടി പോകും. എന്നിട്ട് പുതിയത് അത് കഴിഞ്ഞ് ഈ ഒരു ഹെയർ പോയി കഴിഞ്ഞാൽ ആ ഫോളിക്കിൾ അടുത്ത് വളരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഹെയറിന് മാക്സിമം ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൽ ഇറ്റ് ഡിപ്പെൻസ്. അത് നമ്മുടെ ഈ ഹെയർ സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഗ്രോയിങ് ഫേസിന് ആനജൻ ഫേസ് എന്ന് പറയും ഹെയറിൻ്റെ. ഞാൻ പറഞ്ഞു, ഒരു ഗ്രോയിങ് ഫേസ് ഉണ്ട്, ഒരു റെസ്റ്റിംഗ് ഫേസ് ആൻഡ് ഫോളിങ് ഫേസ്. ഈ ഗ്രോയിങ് ഫേസ് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, അതാണ് നമുക്ക് എത്ര നീട്ടത്തിൽ മുടി വരും എന്നുള്ളത്. എത്ര നാള് ആ മുടി നമ്മളുടെ തലയിൽ നിൽക്കും എന്നുള്ളത്. അത് ഏകദേശം 1 year to 3 years ആണ്. 3 വർഷം വരെയാണ് മാക്സിമം. പക്ഷെ 1 year കൊഴിഞ്ഞു പോകാം. അപ്പൊ ഈ മുടിയുടെ നീട്ടം നമ്മൾ പറയില്ലേ, ദാറ്റ് ഈസ് ഓൾസോ ജെനറ്റിക്സ്. അപ്പൊ ഈ 1 year കൊഴിഞ്ഞു പോകുന്നവർക്ക് എത്ര മുടി വെട്ടാതിരുന്നാലും ആ 1 year കഴിയുമ്പോൾ അത്രയും നീളത്തിൽ പൊഴിഞ്ഞു പോകും. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ട്. അതായത് ചിലർ പറയാറുണ്ട് മുടി ഇത്ര ഇത് വെച്ചിട്ടും ഈ നീളത്തിൽ കൂടുതൽ, ദാറ്റ്സ് യുവർ ജെനറ്റിക്സ്. അത്രയേ ഉള്ളൂ. 1 year ആകുമ്പോൾ നിങ്ങളുടെ മുടി കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് പുതിയ ഹെയർ വരും. അപ്പം നമുക്ക് ആ 3 years വരുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി നമുക്ക് നീളം വരും. ഓക്കെ, അതാണ് ഒരു നമ്മുടെ മുടിയുടെ ഒരു ലൈഫ് ടൈം, ഒരു ലൈഫ് സ്പാൻ പറയുന്നത്. ഈ ജനറ്റിക്സിനെ കുറിച്ച് പറയുമ്പം ഈ കഷണ്ടിയും മുടി കൊഴിച്ചിലും ഒക്കെ ജനറ്റിക്സ് ആണോ അത് ലൈഫ് സ്റ്റൈലാണോ? എല്ലാ മുടി കൊഴിച്ചിലും ജനറ്റിക്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ പാറ്റേൺ ഹെയർ ലോസ് മോസ്റ്റ്ലി ജനറ്റിക്സ് ആണ്. എങ്കിലും ഞാൻ പറഞ്ഞു ഫീമെയിൽ പാറ്റേൺ, PCOS ഒക്കെ, അതിലൊക്കെ നമുക്ക് കുറച്ച് ലൈഫ് സ്റ്റൈലും ഉണ്ട്. PCOS ബേസിക്കലി ഒരു ലൈഫ് സ്റ്റൈൽ ഇതും കൂടിയിട്ടാണ് വരുന്നത്. ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ട് എങ്കിലും.
അപ്പോൾ ഈ പാറ്റേൺ ഹെയർ ലോസ് ബേസിക്കലി നമുക്ക് മെയിൽ പാറ്റേൺ ഇസ് ബേസിക്കലി ജെനറ്റിക്സ് എന്ന് പറയാം. ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് അതെ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇൽനെസ് ആകാം, അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ആകാം, ഹോർമോണൽ ആകാം, ഇതെല്ലാം വരാം. ഈ കഷണ്ടി ഉണ്ടാവുന്നത് ജെനറ്റിക്സ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി. അതായത് ഇപ്പം എൻ്റെ അച്ഛന് അല്ലെങ്കിൽ എൻ്റെ അമ്മാവന്മാർക്ക് കഷണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് യെസ്, എല്ലാവരും അത് ഇൻഹെറിറ്റ് ചെയ്യണം എന്നില്ല. സി പലപ്പോഴും നമ്മൾ ഒപ്പിയിൽ പ്യുവർലി ഒരു കഷണ്ടിയുടെ പാറ്റേണിലാണ് മുടി കൊഴിയുന്നത്. നമ്മൾ അവരോട് പറയുന്നു ഇതാണ് നമ്മളുടെ പ്രശ്നം, ഇനി അങ്ങോട്ട് ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിൽ മുടി കൊഴിയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സാധ്യതയല്ല, അത് ആക്ച്വലി അത് നടക്കും, പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് മെനി ഇയേഴ്സ്. അപ്പോൾ അവർ പറയും എൻ്റെ കുടുംബത്തിൽ ആർക്കും കഷണ്ടി ഇല്ലല്ലോ, എനിക്കിതെങ്ങനെ കിട്ടി എന്നുള്ളത്. സി ബേസിക്കലി അതിനകത്ത് നമ്മൾ അറിയാം, നമുക്ക് എത്ര പേരെ അറിയാം നമ്മുടെ ഫോർ ഫാദേഴ്സ് ആൻസിസ്റ്റേഴ്സിൽ, വല്യപ്പച്ചനെ വരെയൊക്കെ അറിയാം. അത് കഴിഞ്ഞാൽ നമുക്കറിയില്ല നമുക്ക് എവിടെ നിന്നൊക്കെ ജീൻസ് വരുന്നുണ്ട്. ജെനറ്റിക്സ് ഇസ് ഫ്രം എ ഹ്യൂജ് നെറ്റ്വർക്ക് അല്ലേ. നമ്മൾ കാണാത്ത ഒരാളുടെ കഷണ്ടി ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ പലരും ഇങ്ങനെ എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛൻ്റെ വീട്ടിലില്ല, അമ്മയുടെ വീട്ടിലില്ല, ഫ്രം വേർ ഡിഡ് ഐ ഗെറ്റ് ദിസ് ഫ്രം. ലൈക്ക് അപ്പോൾ ഇതാണ് നമുക്കൊരു 2 ജനറേഷൻ്റെ മുകളിലേക്കുള്ള ആൾക്കാരെ maybe maximum 3 അത്രയേ ഉള്ളൂ. So we can get it from our ancestors whom we have not seen. അതെ. അപ്പോൾ അതാണ്. ഈ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാത്തത് കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ മുടി കൊഴിച്ചിൽ വരുമ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ്, വെള്ളം കുടിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ കേൾക്കാറുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഡെഫിനറ്റ്ലി ഉണ്ട്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഒരു പ്രധാന കാരണമാണ് മുടി കൊഴിച്ചിലിന്. നമുക്ക് പൊതുവേ ഈ ലൈഫ് സ്റ്റൈൽ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സപ്ലിമെൻറ്റ്സ് എടുക്കാൻ വളരെ താല്പര്യമാണ്. അതെ, ഓക്കെ. നമ്മൾ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ എടുക്കണം, വൈറ്റമിൻ ബി എടുക്കണം, എല്ലാം എടുക്കണം. പക്ഷേ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ് അതിൽ കൂടെ ലഭിക്കാവുന്നതേ ഉള്ളൂ നമ്മളുടെ ഒരു ഡെയിലി റിക്വയർമെൻ്റ് ആയിട്ടുള്ള എല്ലാ വൈറ്റമിൻസും. അത് അതിനെ അറിഞ്ഞ് ആ ബാലൻസ് ഡയറ്റ് എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് ഇതെല്ലാം തന്നെ ലഭിക്കും. അൺലെസ് നിങ്ങൾക്കിപ്പം ഗട്ട് അബ്സോർപ്ഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു സിവിയർ ഇൽനെസ്സിൽ കൂടെ കടന്നു പോവുകയാണ്, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കും. അല്ലാതെ ഇപ്പം ഇമാജിൻ ഒരു ഗ്ലാസ് ഫുൾ ഓഫ് വാട്ടർ, അതായത് ഡെഫിഷ്യൻസി ഒന്നുമില്ല അതിനകത്ത്, നമ്മൾ അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? അത് തറ വൃത്തിയേടാക്കും എന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മേശപ്പുറം വൃത്തിയാക്കും. നമ്മളൊരു ഒരു കെട്ടിടം പണിയാനായിട്ട് നമുക്ക് എത്ര ഇഷ്ടിക വേണോ ആ ഇഷ്ടികത്തിൽ കൂടുതൽ നമ്മൾ വെച്ച് നമ്മളൊരു പ്ലാൻ വെച്ച് കെട്ടിടം പണിയാം, നമ്മൾ ആവശ്യത്തിനുള്ള ഇഷ്ടിക ഉപയോഗിക്കുന്നു. അതും കഴിഞ്ഞ് ഇഷ്ടിക ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ വളരെ ബാക്കിയുള്ളത് അവിടെ മാറ്റി വയ്ക്കുക, അത്രേ ഉള്ളൂ. ഡെഫിനറ്റ്ലി. അപ്പം നമുക്ക് ഈ ഡെഫിഷ്യൻസി ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി കൊടുക്കാം, അത് ഫുള്ളാവുന്നവരെ കൊടുക്കാം. അതാണ് സപ്ലിമെൻറ്റ്സിൻ്റെ ഒരു ഇത്. നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിയുന്നുണ്ടെങ്കിൽ വീടു വൈറ്റമിൻസ് ലെവൽസ് ടെസ്റ്റ് ചെയ്യാം, അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത്. ഇതെല്ലാം അനീമിയ ഉണ്ടെങ്കിൽ ഇതുപോലെ വരാം. പ്രധാനമായിട്ട് മുടി കൊഴിച്ചിലിന് കാരണമാകുന്ന ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ വൈറ്റമിൻ ഡി കാണാറുണ്ട്. ഇതാണ് മെയിനായിട്ടും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന അയൺ ഡെഫിഷ്യൻസി തന്നെയാണ്. അത് അനീമിക് ആകാം ചിലപ്പം. നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടി ടെസ്റ്റ് മുടി കൊഴിച്ചിലുണ്ടാകും. ഓക്കെ. അത് മുടി കൊഴിച്ചിൽ ഒരു അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിലൊന്നാണ്. ഓക്കെ. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഡാൻഡ്രഫ് എന്താണ്? ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ? ഈ ഡാൻഡ്രഫ് ഈ പറയുന്ന പോലെ ഭയങ്കര പ്രശ്നമായിട്ടാണ്. താരനും മുടി കൊഴിച്ചിലും 2 ഇരട്ടകൾ പോലെയാണ് എപ്പോഴും അല്ലേ. താരനും ആക്ച്വലി ഇവർ തമ്മിൽ റിലേഷൻ ഇല്ല. താരൻ മുടി കൊഴിച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവമല്ല. താരൻ ഇസ് ഓൺലി ഓൺ ദ സ്കാൽപ്പ്. മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം, കൊഴിച്ചിൽ പൊട്ടിപ്പോലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊഴിച്ചിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം സ്കാൽപ്പിൻ്റെ അകത്തുനിന്നുള്ളതല്ലേ. താരൻ ഇസ് ഓൺലി ഓൺ ദ സ്കാൽപ്പ്. അപ്പോൾ താരൻ ആക്ച്വലി ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ്, ഒരു ഫംഗസ് ആണ് അതിന് കാരണമാകുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് സ്കാൽപ്പിൽ നിറയെ സീബം എന്ന് പറഞ്ഞാൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയും. അപ്പോൾ ഈ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ തലയിൽ സ്കാൽപ്പിൽ ഇങ്ങനെ സീബം വന്നിരിക്കുമ്പോൾ ഫംഗസിന് അതിൽ വന്ന് ഇൻഫെക്റ്റഡ് ആവുകയും അത് കൂടുതലായിട്ട് ആ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ചെയ്ത് സ്കെയിൽസ് പോലെ ഇങ്ങനെ പൊടി പോലെ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ താരൻ. അത് നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സീബം
എണ്ണമയ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഉണ്ടാക്കുന്നു, അതിൽ ഫംഗസ് ചെറുതായിട്ടൊന്ന് ഗ്രോ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഇത് ആക്ച്വലി വലിയൊരു അസുഖമായിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ബേസിക്കലി ബ്ലാക്ക് ഷർട്ട് ഇടുമ്പോൾ വരുന്ന പൊടിയാണ് പലരുടെയും പ്രശ്നം. എന്ത് ബ്ലാക്ക് ഷർട്ടോ ഡ്രസ്സോ ഒക്കെ ഇടുമ്പോൾ വരുന്ന പൊടിയാണ് പലർക്കും പ്രശ്നം. ചിലർക്ക് ചൊറിച്ചിലാകാം. പക്ഷേ ഇത് വലിയൊരു അസുഖമായിട്ട് നമ്മളതിനെ കാണേണ്ട ആവശ്യമില്ല. ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും, ഒരു 90% ആൾക്കാർക്കും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് താരൻ ഉണ്ടായി കാണും. മോസ്റ്റ്ലി യങ്ങർ ഏജിലാണ്. ഒരു പ്രായം കഴിയുമ്പം ഈ ഗ്ലാൻസ് എല്ലാം ചുരുങ്ങും, സെബേഷ്യസ് ഗ്ലാൻസ്, മുഖക്കുരുവൊക്കെ കുറയുന്ന പോലെ തന്നെ അപ്പോൾ താരനും പതുക്കെ കുറയും. അപ്പോൾ ഇത് ബേസിക്കലി ഒരു അഡോളസെൻ്റ് ഏജ്, ആ പ്യൂബർട്ടിയിലേക്ക് കയറുമ്പോൾ തുടങ്ങി ഒരു മിഡിൽ ഏജ് വരേക്കും ഇതുണ്ടാവും. അത് കഴിയുമ്പോൾ യൂഷ്വലി അത് സെറ്റിൽ ചെയ്യും. പിന്നെ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മൾ ആക്ച്വലി താരൻ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്ന ഒരു സംഭവമാണ് സ്കാൽപ്പ് സോറിയാസിസ്. സ്കാൽപ്പ് ഈ എല്ലാവരും അത് പൊടി പോലെ വരുന്നു, താരനാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒരു സ്കാൽപ്പ് സോറിയാസിന് പോലെ നമ്മൾ പലപ്പോഴും മിസ് ചെയ്ത് പോകാറുണ്ട് ഇതിനകത്ത്. അതായത് സ്കാൽപ്പ് സോറിയാസിസ് വളരെ തിക്കായിട്ടുള്ള പ്ലാക്സ് ആയിട്ടായിരിക്കും, നല്ല കട്ടിയായിട്ട് ഒരു ഏരിയയിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ തലയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇത് സാധാരണക്കാർക്ക് അത് കണ്ട് തിരിച്ചറിയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വളരെ സാധാരണ കവിഞ്ഞ ഒരു വളരെ തിക്കായിട്ടുള്ള സ്കെയിൽസ് കാണാൻ ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. നമുക്കത് സ്കാൽപ്പ് സോറിയാസിസ് ആണോ എന്നുള്ളത് നോക്കേണ്ടി വരും. സോറിയാസിസ് എപ്പോഴും ദേഹത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ സ്കാൽപ്പിൽ മാത്രമായിട്ട് വരാം. അപ്പോഴാണ് പലപ്പോഴും ഇത് മിസ്സായി പോകുന്നത്. അപ്പോൾ അതാണ് അതിനകത്തുള്ളത്. ഇത് അല്ലാതെയുള്ള താരൻ നോർമലി ഉണ്ടാകാം, അത് ട്രീറ്റ് ചെയ്യാം. യൂഷ്വലി ആൻറ്റി ഫംഗൽ ഷാംപൂസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഷാംപൂ ഉപയോഗിക്കുന്ന പോലെ വി ക്യാൻ യൂസ് ആൻ ആൻറ്റി ഫംഗൽ ഷാംപൂസ് ഉപയോഗിക്കുമ്പോൾ അത് കൺട്രോളിൽ നിൽക്കും. ഇത് ചികിത്സിച്ച് മാറ്റാമോ എന്ന് ചോദിച്ചാൽ ഇപ്പം തന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു പനിയും ചുമയൊക്കെ മാറുന്ന പോലെ ഒരു 5 day ആൻറ്റിബയോട്ടിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. സംതിങ് ദീസ് ആർ തിങ്സ് ചിലത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇതൊരു പ്രോസസ്സാണ്, ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഇത് വെച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. അത് ഒരു പ്രോബ്ലമായിട്ട് നമുക്കുണ്ടാവില്ല. ഈയിടെയായിട്ട് കാണുന്ന ധാരാളം റീലുകൾ കാണുന്നുണ്ട്, വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് താരനുണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ട്. അത് സയൻറ്റിഫിക് എവിഡൻസ് ഒന്നും തന്നെ പറയുന്നതാണ്. ആൾക്കാർ താരനെ ഭയങ്കര വില്ലനായിട്ടോ കാണുന്നത്. മുടി കൊഴിയുന്നതിന് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം താരനാണെന്നാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കണക്ഷനേ ഉള്ളൂ ആക്ച്വലി. സയൻറ്റിഫിക് ആയിട്ട് അത് ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സയൻറ്റിഫിക്കലി അങ്ങനെ ഒരു പ്രൂവൺ എവിഡൻസ് അതിനില്ല. പിന്നെ നമ്മൾ പോയ മുടി വരാൻ എണ്ണ, ഇത് ഹെയർ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പരസ്യങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനത്തെ എണ്ണയും ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പോയ മുടി വരുകയും അല്ലെങ്കിൽ മുടിക്ക് ഒരുപാട് നീളം ഉണ്ടാവുകയൊക്കെ ചെയ്യുക, എന്തെങ്കിലും ശാസ്ത്രീയ ഇതിനകത്ത് 2 കാര്യങ്ങൾ. ഒന്ന്, ഈ എണ്ണ എന്ന് പറയുന്നത് ജസ്റ്റ് ഓയിൽ മാത്രമാണോ അല്ലെങ്കിൽ അതെന്തെങ്കിലും മെഡിക്കേറ്റഡ് ആണോ എന്നുള്ളത്. ഓക്കെ. 2, നമ്മളിത് എവിടെ തേക്കുന്നു എന്നുള്ളതാണ്. സ്കാൽപ്പിലാണോ തേക്കുന്നത്, മുടിയിലാണോ? അപ്പോൾ പൊതുവേ ഈ നമ്മളിപ്പം മലയാളികളാണ്, നമ്മൾ കൊച്ചിലെ തന്നെ വെളിച്ചെണ്ണ തേച്ച് ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ എണ്ണ ബേസിക്കലി ഒരു കണ്ടീഷണറാണ്. അതായത് നമ്മൾ മുടി കഴുകി കഴിയുമ്പം അത് റഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷനിങ് ഇഫക്റ്റാണ് ബേസിക്കലി എല്ലാ ഓയിൽസിനും ഉള്ളത്. അത് നമ്മൾ മുടിയിൽ തേക്കാം. പിന്നെ ഈ എണ്ണ വെച്ചിട്ടുള്ള മസാജ് പോസിബിളി അതിന് സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എങ്കിലും അത് ബ്ലഡ് സർക്കുലേഷൻ ഇതൊക്കെയാണ് പറയുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാം, അങ്ങനെ ഹെയർ ഗ്രോത്ത് കൂട്ടാം എന്നുള്ളത്. പക്ഷേ സയൻറ്റിഫിക് എവിഡൻസ് അതിന് അങ്ങനെയുള്ള സ്റ്റഡീസ് അങ്ങനെയില്ല. അപ്പോൾ രണ്ടാമത് ഈ ഓയിൽസ് മെഡിക്കേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇതിൽ ഓയിൽ എന്ന് പറയുമ്പോൾ സീറം ഇതൊക്കെ ലോഷൻസ് ഒക്കെ പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചില കണ്ടൻസ് സയൻറ്റിഫിക് പ്രൂവൺ ആയിട്ടുള്ള ചില കണ്ടൻസ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ അത് മെഡിക്കേറ്റഡ് ആണെങ്കിൽ ആ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന വഴി അത് ഹെയർ ഗ്രോത്തിന് ഇതാകാം. അത് എന്ത് കണ്ടൻ്റ് ആണെന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഈ നമ്മൾ പാറ്റേൺ ഹെയർ ലോസ് കഷണ്ടിക്കൊക്കെ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ ലോഷൻ വളരെ കോമൺ ആയിട്ട് ഏറ്റവും ബേസിക് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ലോഷനായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു മെഡിക്കേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഗുണം ഉണ്ടാവും. അല്ലാതെ വെറുതെ ഓയിൽ ബേസിക്കലി ഒരു കണ്ടീഷനിങ് ഇഫക്റ്റാണ് അതിനുണ്ടാവും. നമ്മൾ പല ട്രീറ്റ്മെൻറ്റുകൾ, അതായത് മുടി സ്മൂത്തൻ ചെയ്യുക, കെരാറ്റിൻ ചെയ്യുക, നാനോപ്ലാസ്റ്റി, ഇങ്ങനെ ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുടി ഡാമേജ് ആക്കുമോ, നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒട്ടുമിക്കതും തന്നെ നമുക്ക് ആ സമയത്ത് അവർ ഹോട്ട് അയൺ ഉപയോഗിക്കും,
ബ്ലോ ഡ്രൈ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹോട്ട് അയൺ എന്തായാലും മിക്കവാറും ഇത് കെരാറ്റിൻ ആണെങ്കിലും ബൊട്ടോക്സ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കും. ബേസിക്കലി അതിൻ്റെ ഒരു ടെക്സ്ചർ ഓഫ് ഹെയർ, അതിൻ്റെ ഔട്ടർ ക്യൂട്ടിക്കിൾസിന് അതിന് ഡാമേജ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായ ആഫ്റ്റർ കെയർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമിതമായിട്ട് ഷാംപൂ ഉപയോഗിക്കുക അല്ലെങ്കിൽ കണ്ടീഷണർ ഉപയോഗിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മുടിയുടെ ഹെൽത്ത് കുറഞ്ഞു വരുന്നു അല്ലേ? മുടി പെട്ടെന്ന് അതായത് അതിൻ്റെ നോർമൽ ആർക്കിടെക്ചറിൽ നിന്ന് അത് മാറുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ കേളി ആയിട്ടുള്ളൊരു ഹെയർ നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇതിൽ വ്യത്യാസം വരും, ബോൺസിൽ വ്യത്യാസം വരും. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളത് നല്ല കെയർ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ ഈ കെരാറ്റിൻ, സ്മൂത്തനിങ്, നാനോപ്ലാസ്റ്റി മുതലായ സാധനം? ഇതിനകത്ത് നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ളൊരു കോഡില്ല. ഇന്ന പ്രൊസീജിയറിൽ ഇന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പല കമ്പനീസും ഈ ഹെയർ പ്രോഡക്ട്സ് തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നതെല്ലാം അവരുടെ കോമ്പണൻസ് എന്താണെന്നുള്ളതിനെ പറ്റി പൊതുവായിട്ടൊരു ധാരണയില്ല. പല സ്കാറ്റേർഡ് റിപ്പോർട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ളൊരു സയൻറ്റിഫിക് എവിഡൻസ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ പ്രൊസീജിയറിനും ഓരോ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് എന്ത് പ്രോഡക്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ കോസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഒരു സോളിഡ് സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല എന്ന് തന്നെ പറയാം. കഷണ്ടിക്ക് മരുന്നുണ്ടോ? മരുന്നുണ്ട്. അതായത് മുടി വരുമോ കഷണ്ടി? വരും. ആണോ? ഓക്കെ. അതെന്തായിരുന്നു? ബേസിക്കലി അത് ഏത് സ്റ്റേജ് ഓഫ് കഷണ്ടി എന്നായിരിക്കും. കഷണ്ടിക്ക് പല അത് സാറ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പല സ്റ്റേജസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഏർലി സ്റ്റേജസ് ഓഫ് ബോൾനെസ്, അതിൽ ആക്ച്വലി എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ഹെയർ മിനിയേച്ചറൈസ് ടൈപ്പ് പോകും. അതായത് ഒരു നോർമൽ ഹെൽത്തി ഹെയറിൽ നിന്ന് അത് തിന്നായി വീക്കായി ചെറിയ മുടികളായിട്ട് മാറും. ഒറ്റ ഹെയർ, ഓരോ ഹെയറിലും ഈ ചേഞ്ച് ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഈ തിന്നിങ് എന്ന് പറയുന്നത്. മുടിയുടെ കരുത്ത് തിന്നിങ്, ആ ഡെൻസിറ്റി കുറയുന്നതായിട്ട് നമ്മൾ കാണുന്ന ആക്ച്വലി ഈ ഓരോ ഹെയറും തിന്നുണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്ന മുടി ഇങ്ങനെ നേരിയതാവുമ്പോൾ ആ പൊതുവായിട്ടുള്ള ഡെൻസിറ്റി നമുക്ക് തിക്നെസ് കുറയുന്നതായിട്ട് കാണുമല്ലോ. അപ്പോൾ ഈ മിനിയേച്ചറൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. അത് ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ടാണ്, അതറിയാമല്ലോ. ഈ നമ്മുടെ ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഹെയർ ഫോളിക്കിൾസിൽ. അതും കൂടെ പറഞ്ഞങ്ങ് പോയാലോ. എന്തുകൊണ്ടാണ് നമുക്ക് പുരുഷന്മാരിൽ എന്തുകൊണ്ടാണ്? ഓക്കെ. അപ്പോൾ പുരുഷന്മാരിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു പാറ്റേൺ ഉണ്ടല്ലോ. നമുക്കൊരു ഫ്രോണ്ടൽ ആൻഡ് നമുക്ക് ക്രൗൺ, ഈ വേർട്ടെക്സ്, ടെമ്പറൽ ഏരിയ ഈ സൈഡിലും, ഇതാണ് ഈ യൂഷ്വലി കഷണ്ടി വരുന്ന ഏരിയ. അപ്പോൾ അവിടുത്തെ മുടിക്കൊരു പ്രത്യേകതയുള്ളത്, നമുക്ക് പുരുഷ ഹോർമോൺസ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയും. അത് ഒരു ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ, DHT എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഒരു 5-ആൽഫ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്റിറോണിനെ DHTയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. DHT കുറച്ച് സ്ട്രോങ് ആണ്. ഇത് പോയി നമുക്ക് ഹെയർ ഫോളിക്കിൾസിൽ ഒരു ആൻഡ്രോജൻ റിസപ്റ്റേഴ്സ് എന്ന് പറയും. അതായത് ലോക്ക് ആൻഡ് കീ മെക്കാനിസമാണ്. ഈ DHT പോയിട്ട് ഈ റിസപ്റ്റേഴ്സിൽ പോയി ബൈൻഡ് ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആണ് നമുക്ക് ഹെയറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതിന് ഈ പറയുന്ന മിനിയേച്ചറൈസേഷൻ, അത് പതുക്കെ പതുക്കെ ആ ബൈൻഡിങ് വെച്ച് ഹെയർ കുറച്ച് വീക്ക് ആവാൻ തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഏരിയാസിൽ ഹെയർ ഫോളിക്കിൾസ് ആർ മോർ സെൻസിറ്റീവ് ടു DHT. ഓക്കെ. അപ്പോൾ അവർ പെട്ടെന്ന് ബൈൻഡ് ചെയ്യും. ഈ ലോക്ക് ആൻഡ് കീ മെക്കാനിസം പെട്ടെന്ന് നടക്കും ഇത്ര ഏരിയ. അതേസമയം ഈ സൈഡ്സും ബാക്കും ഇല്ല, അവർക്ക് അത്ര ഇല്ല. ആ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറവാണ്, അത്ര സെൻസിറ്റീവും അല്ല. അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ഈ സംഭവം നടക്കുന്നത്, പെട്ടെന്ന് കഴിയുന്നത്. ഓക്കെ. അതാണ് അതിൻ്റെ പുറകിലുള്ള അതിൻ്റെ സയൻസ്. അപ്പോൾ ഈ മരുന്നിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ്, അതായത് ഈ തിന്നിങ് നടന്നു തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ സൈക്കിൾ, നമുക്ക് 3 സൈക്കിളുണ്ട്. ഹെയർ ഗ്രോയിങ് ഫേസ്, റെസ്റ്റിംഗ് ആൻഡ് ഷെഡിങ് ഫേസ്. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ മിനോക്സിൽ എന്ന് പറഞ്ഞ ലോഷനാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കഷണ്ടി ആരംഭിക്കുമ്പോൾ കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഹെയർ ഫോളിക്കിളിനെ അവിടെ അതിനെ കൺസേർവ് ചെയ്ത് അവിടെ വെക്കാൻ, റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട്. അത്
അടുത്ത ഫോളിങ് ഫേസിലേക്ക് പോകാതെ ഗ്രോയിങ് ഫേസിൽ തന്നെ ഇരിക്കാൻ. ആക്ച്വലി മിനോക്സിഡിൽ ഒരു വാസോ ഡയലറ്റർ, അതായത് നമ്മുടെ രക്തക്കൊഴലുകളെ ഒന്ന് വികസിപ്പിക്കുന്ന ഒരു കണ്ടൻ്റാണ്. അത് നമ്മൾ ഈ ബ്ലഡ് പ്രഷറിന് കൊടുക്കുന്ന ഒരു മരുന്നാണ്, ഓറലി കൊടുക്കുമ്പോൾ ടാബ്ലറ്റ് ആയിട്ട്. അതിൻ്റെ ലോഷൻ ഫോമാണ് നമ്മളിത്. അപ്പോൾ ഇത് ബ്ലഡ് വെസൽസിനെ ഒന്ന് വികസിപ്പിക്കും, അതുവഴി ഈ ഹെയറിനെ അവിടെ റീറ്റെയിൻ ചെയ്യാം. അതായത് ഫോളിങ് ഫേസിലേക്ക് വിട്ടുകൊടുക്കാതെ ഗ്രോയിങ് ഫേസിൽ റീറ്റെയിൻ ചെയ്യാം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും നേരത്തെ നമ്മൾ ഈ ഒരു പാറ്റേൺ തിരിച്ചറിയുകയും മിനോക്സിഡിൽ നേരത്തെ തുടങ്ങുകയും ചെയ്യും. ഒരു പരിധി വരെ നമുക്കിത് മുന്നോട്ട് പോകുന്നത് നിർത്താൻ പറ്റും, സ്ലോ ആക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മൾ ആ മുടി അവിടെ പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് നിർത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ആൾക്കാർ തുടങ്ങുമ്പോൾ നല്ല ഉഷാറായിട്ട് തുടങ്ങും, 3 മാസം തേക്കുന്നു, അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കുറച്ച് റിസൾട്ടൊക്കെ വന്നു, മുടി ചെറിയ മുടിയൊക്കെ ഒന്ന് ഇച്ചിരി തിക്കാവാൻ തുടങ്ങി, മുടി കൊഴിച്ചിൽ നിൽക്കുന്നു, അപ്പോൾ ഒരു തിക്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ 1 വർഷം തേച്ചു, എന്നാൽ ഇനിയിപ്പം ഇത്ര ഇതായില്ലേ, ഇനിയിപ്പം നമുക്ക് നിർത്താം എന്ന് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു 3 months കഴിയുമ്പോഴേക്കും ഇത് ഷെഡിങ് ഫേസിലേക്ക് പോകും. അതെ, നോർമൽ അതിൻ്റെ ഒരു അത്. അപ്പോൾ എന്ത് പറ്റും, ഇതുകൊണ്ട് നമ്മൾ നിലനിർത്തിയിട്ടുള്ള മുടി കൊഴിഞ്ഞു പോകും. അപ്പോൾ അമിതമായി കൊഴിയുന്ന പോലെ ഫീൽ ചെയ്യും. ആൻഡ് ഇതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഏറ്റവും നേരത്തെ ഈ പാറ്റേൺ തിരിച്ചറിയുക, ഏറ്റവും നേരത്തെ ലോഷൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ദ ട്രീറ്റ്മെൻറ്റ്. നിർത്തിക്കഴിഞ്ഞാൽ കാരണം ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഹീ ഈസ് ഡിറ്റർമിൻഡ് ടു ഹാവ് ദാറ്റ് ജനറ്റിക്കലി. നമ്മൾ പിടിച്ച് നിർത്തുകയാണ്. എന്താ ഫോഴ്സ്ഫുള്ളി ഒരു സാധനം പിടിച്ച് നിർത്തിയത് വിട്ട് കഴിഞ്ഞാൽ പോകും. PRP എന്ന് ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചെക്ഷൻസ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെടി ഒരു സ്ഥലത്ത് നിന്ന് നട്ട് വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, ഓക്കെ, വളമിട്ടാൽ കുറച്ചുകൂടെ നന്നാവുമല്ലോ. ബേസിക് പ്രിൻസിപ്പിൾ അതാണ്. നമ്മളിതിനകത്ത് കൊടുക്കുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ തന്നെ ശരീരത്തിൽ നിന്ന്, പുറത്തുനിന്ന് അവിടെ നിന്നുമല്ല, നമ്മുടെ ബ്ലഡിൽ നിന്ന് അത് നമ്മുടെ ഒരു 20 ml ഓഫ് ബ്ലഡ് നമ്മൾ സാധാരണ ലാബിലേക്കൊക്കെ ടെസ്റ്റിന് കൊടുക്കുന്ന പോലെ എടുക്കുന്നു. അത് ഒരു സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ സെപ്പറേറ്റ് വരും. അപ്പോൾ അതിലാണ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഇതിരിക്കുന്നത്, പ്ലേറ്റഡ് റിച്ച് പ്ലാസ്മ ഇരിക്കുന്നത്. അത് നമ്മൾ തിരിച്ച് സ്കാൽപ്പിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. പ്രധാനമായിട്ട് ഇതൊരു വളമാണ്, മുടിക്കുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സാണ് ഇതിനകത്ത്. അതിൻ്റെ തന്നെ എടുക്കുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസമുള്ളതാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്നത്, GFC എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ കാറ്റഗറിയിൽ തന്നെ എടുക്കുന്ന രീതിയിലുള്ള വ്യത്യാസത്തിലാണ്. മറ്റേത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പാറ്റേൺ ഹെയർ ലോസിൽ നമ്മളിപ്പോൾ മിനോക്സിഡിലും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗമായിട്ട് തന്നെ അത്ര അധികം നീഡ്ലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അത്ര വലിയ ഇൻവേസീവ് ഒരു സർജിക്കൽ പ്രൊസീജിയറായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. ഇപ്പം മിനോക്സിഡിൽ പ്ലസ് PRP കൂടി ഇപ്പം പഠനങ്ങൾ പറയുന്നത് അപ്പം കുറച്ചും കൂടി ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് നമുക്ക് അതിനെ കാണാം. അപ്പോൾ അത് നമ്മൾ കുറച്ച് സിറ്റിങ്സ് ആണ് യൂഷ്വലി ചെയ്യാറ്. അത് കഴിയുമ്പോൾ തന്നെ എത്ര സിറ്റിംഗ് ഒക്കെ വരെ വേണ്ടി വരും? മന്ത്ലി വൺസ് നമ്മൾ യൂഷ്വലി ചെയ്യാം. ഒരു 4 to 6 സിറ്റിങ്സ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുണ്ട്. അത് കഴിയുമ്പോൾ യൂഷ്വലി നല്ല ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മിനോക്സിഡിൽ പോലുള്ള PRP ഈ പാറ്റേൺ ഹെയർ ലോസിൽ മാത്രമല്ല, അല്ലാതെയുള്ള ഡിഫീസ് തിന്നിങ്ങിലും ഒക്കെ കൊടുക്കും. പറഞ്ഞ പോലെ ന്യൂട്രീഷണൽ ഇത് വന്ന് പോയിട്ടുള്ളവർക്കും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഹെയർ തിൻഡായവർക്കും ഒക്കെ നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരു ഗ്രോത്ത് ഫാക്ടർ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ തന്നെ, വേറെ എവിടെ നിന്നും ഉള്ളതല്ല. ഇറ്റ്സ് ഫ്രം യുവർ ഓൺ ബോഡിയിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ബ്ലഡ്. കഷണ്ടി ആയ തലയിൽ ഇതിൻ്റെ കൗതുകം, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പണ്ട് മുതലേ കേൾക്കുന്നതുകൊണ്ട് അതായത് മുഴുവൻ ഹെയർ പോയ ഒരു സ്ഥലത്ത് നമുക്ക് ഹെയർ വരുത്താൻ പറ്റുമോ? ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഡോക്ടർ അനുരാധ പറഞ്ഞ പോലെ നമുക്ക് മെഡിസിൻസ് കൊണ്ട് ഡെഫിനറ്റ്ലി ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോൾ കുറയ്ക്കാം, ഹെയർ ഗ്രോത്ത് നമുക്ക് നിലനിർത്താം ടു എൻ എക്സ്റ്റെൻറ്റ്. ഈ കഷണ്ടി എന്ന് പറയുമ്പോൾ അതിന് 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഉച്ചിയിൽ മുടി കനം കുറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ തൊപ്പി പോലത്തെ കഷണ്ടി, അങ്ങനെയുള്ളവരുണ്ട്. അതായത് മുൻവശത്തൊക്കെ മുടിയുണ്ട്, പക്ഷെ അവർക്ക് കഷണ്ടി വന്നു തുടങ്ങുന്നത്. നമ്മുടെ പഴയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് അങ്ങനത്തെ ഒരു കഷണ്ടി, ഉച്ചിയിലുള്ള കഷണ്ടി. ഹെയർ ലൈൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ. അത് ഒരു പാറ്റേൺ ആണ് കഷണ്ടിയുടെ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറവശത്തേക്ക് ഹെയർ ലൈൻ, അതായത് മുൻവശത്തെ ഹെയർ ലൈൻ പുറകോട്ട് റിസീഡ് ചെയ്ത് പോകും.
അതായത് ഇതിങ്ങനെ കയറി നെറ്റ് കൂടി വരുന്നു. നെറ്റ് കൂടി എന്ന് വരുന്ന ശങ്കരാടി കഷണ്ടി എന്നൊക്കെ പറയുന്നത്, നെറ്റ് കൂടി വരുന്ന കഷണ്ടിയുണ്ട്, ഇതിൻ്റെ കോമ്പിനേഷനുണ്ട്. ഈ നെറ്റ് കൂടി വരുന്ന കഷണ്ടി നമ്മൾ ഈ പറഞ്ഞ എന്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഹെയർ ലൈൻ റിസീഡ് ചെയ്ത് പോകുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അപ്പം നമ്മൾ ഈ മരുന്നിൻ്റെ ഹെയറിൻ്റെ കരുത്ത് കൂട്ടാനും ഹെയറിൻ്റെ ഡെൻസിറ്റി കൂട്ടാനൊക്കെ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ആൻറ്റീരിയർ ഹെയർ ലൈൻ റിസഷൻ, ഇത് പുറകോട്ട് പോകുന്നതിന് നമുക്കൊരു ലിമിറ്റുണ്ട്. നമ്മൾ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും ഈ റിസീഡ് ചെയ്ത് പോയത് പിന്നെ അങ്ങ് ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരികയില്ല, അതെ. അപ്പം അതാ പറഞ്ഞത്. അപ്പം നമുക്ക് ഈ മരുന്ന് കൊടുത്ത് നല്ല രീതിയിൽ ഉള്ളു കൂട്ടാൻ പറ്റും. കുറേ ഏരിയയിൽ, ക്രൗൺ ഏരിയയിൽ, അതായത് ഈ ഉച്ചയിലുള്ളതും കുറേ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഹെയർ ലൈൻ ഇറങ്ങി വരുന്നത് പലപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റേഷനാണ്. ഇൻഫാക്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന നമ്മൾ പ്രൈമറിലി ഒരു പേഷ്യനെ കാണുമ്പോൾ ട്രാൻസ്പ്ലാന്റ് വേണോ മരുന്ന് മതിയോ എന്ന് പേഷ്യൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ലൈൻ ഒരുപാട് പുറകോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തത് പുറകുവശത്ത് നല്ല ഹെയർ ഡെൻസിറ്റി ഉണ്ടാകും. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ പുറകുവശത്തുള്ള മുടി എടുത്ത് മുമ്പിലേക്ക് വെക്കുന്നു, പറമ്പിലുള്ള ചെടി എടുത്ത് മുറ്റത്ത് വെക്കുന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഹെയർ ഇഷ്ടംപോലെ ഉള്ള ഭാഗത്തു നിന്നും ഹെയർ കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ള പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ലൈൻ നന്നായിട്ട് പുറകോട്ട് ഇറങ്ങുകയും പുറവശത്ത് നല്ല ഡെൻസിറ്റി ഉള്ളവർക്കാണ് ദേ ആർ ദ ഐഡിയൽ കാൻഡിഡേറ്റ്സ് ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അതിന് നമ്മൾ അങ്ങനെ വരുന്ന ഹെയർ ലൈൻ റിസഷൻ വരുന്ന പേഷ്യൻസിന് നമ്മൾ ഇനീഷ്യലി ഡെഫിനറ്റ്ലി മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ദീസ് ആർ ക്ലിയർ കട്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കരുതുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കാര്യമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞോണം ഉച്ചിയിലുള്ള കഷണ്ടി, അത് ഏറെക്കുറെ അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ കൂട്ടാൻ പറ്റും. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഡെൻസിറ്റി കൂട്ടാൻ പറ്റും നല്ല രീതിയിൽ. പക്ഷേ അതിൽ ഒരു പരിധി വരെ അത് മാറുന്നില്ലെങ്കിൽ അവിടെയും നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ റിസൾട്ട്സ് ഏറ്റവും എടുത്തു കാണിക്കുന്നത് ഹെയർ ലൈൻ ഇറങ്ങി വരുമ്പോഴാണ്. നമ്മളിപ്പോൾ നല്ല നെറ്റിയുള്ള ആൾ പെട്ടെന്ന് നെറ്റ് കുറയുമ്പോഴാണ് അയാളുടെ കഷണ്ടി മാറിയെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. ഈ ഉച്ചിയിലുള്ള കഷണ്ടി നമ്മൾ പുറകിൽ നിന്നുള്ള ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മളൊരു ലൈറ്റിൻ്റെ അടിയിൽ നടക്കുമ്പോഴൊക്കെയാണ് അത് കാണുകയുള്ളൂ. പക്ഷേ പെട്ടെന്ന് കഷണ്ടി ഉണ്ടെന്ന് നമ്മൾ നേരെ നോക്കുമ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. സോ അവരാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആ പ്രൊസീജിയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ എഫക്ട്സ് അവർക്ക് അവിടെ കിട്ടുന്നത്. സോ ഐഡിയലി നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ ഈ ബാക്ക് ഓഫ് സ്കാൽപ്പിൽ നല്ല ഡെൻസിറ്റിയും ഹെയർ ലൈൻ നന്നായിട്ട് പോകുന്ന പേഷ്യൻസിനാണ് റെക്കമെൻഡ് നല്ലത്. അപ്പോൾ ഇതിനൊരു സ്റ്റേജസ് ഉണ്ടാവില്ലേ? അതായത് മുടി കൊഴിച്ചിൽ കഷണ്ടിയിലേക്ക് എത്തുന്നതിന് കുറച്ച് സ്റ്റേജസ് ഉണ്ടാവില്ലേ? അപ്പം ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഏത് സ്റ്റേജിലാണ് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് വേണോ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് പറയുമ്പോഴും വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മുടി കൊഴിച്ചിൽ നോട്ട് ചെയ്തിട്ടുള്ള യങ്സ്റ്റേഴ്സൊക്കെ അവരിപ്പോൾ ചിലവർക്കൊക്കെ 20-21 വയസ്സാകുമ്പോഴേക്കും നല്ല കഷണ്ടി വരുന്നവരുണ്ട്. പക്ഷേ യൂഷ്വലി നമ്മളൊരു അണ്ടർ 24 നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ കൺസിഡർ ചെയ്യും. കാരണം ഇത് സ്റ്റെബിലൈസ് ചെയ്യണം ഹെയർ ഫോൾ. ഈ മുടി കൊഴിച്ചിലിന് ഒരു അന്ത്യം വേണം. എവിടം വരെ കൊഴിയുന്നു എന്നുള്ളത് അറിയണം, എന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെ. സോ ബേസിക്കലി ബിഫോർ 24 വി ഡോണ്ട് റെക്കമെൻഡ്. ഐ ഡോണ്ട് റെക്കമെൻഡ് പേഴ്സണലി. നമ്മളൊരു യങ്സ്റ്റർ കഷണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാലും വിൽ സ്ട്രോങ്ലി റെക്കമെൻഡ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. എന്നിട്ട് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് വിൽ വെയിറ്റ് ടിൽ ഹീസ് 24. മോസ്റ്റ് ഓഫ് ദ ടൈം 24 ആണ് അത് ഏകദേശം ഒന്ന് ഫൈനലൈസ്. അതിനുശേഷം കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ 24-30 വയസ്സിലൊക്കെ മുടിയുള്ളവരൊക്കെ കുറച്ചും കൂടെ പ്രായമാകുമ്പോഴേക്കും കഷണ്ടി വരും. പക്ഷേ ഈ കഷണ്ടി ടെൻഡൻസി ഉള്ളവർക്ക് യൂഷ്വലി നമ്മൾ 24 വരെ വെയിറ്റ് ചെയ്യും. 24 ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന കാര്യം നമ്മൾ നിശ്ചയിക്കുക. അപ്പോൾ അതിന് ചെയ്യുന്നൊരു ഏജൊന്നുമില്ല. ബെസ്റ്റ് ഇസ് ഓൾവേസ് ഡൺ ബിറ്റ്വീൻ 24 ആൻഡ് എബവ് 60. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ വേറൊരു സംഗതിയുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പോലും നമ്മൾ പല പേഷ്യൻസിൻ്റെയും ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ മെഡിക്കലി ട്രൈ ചെയ്തു, മെഡിക്കലി ഇറ്റ് വാസ് നോട്ട് എഫക്റ്റീവ്, സോ ഐ എം ഗോയിങ് ഫോർ ദ സർജിക്കൽ ഓപ്ഷൻ വിച്ച് ഇസ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സർജറി ചെയ്ത് ഇനി എന്തിനു മെഡിസിൻ എന്നുള്ളത് അങ്ങനെയല്ല. ലൈഫ് ലോങ് നമ്മൾ മിനോക്സിഡിൽ പോലെയുള്ള മെഡിസിൻസ് ഇടണം. കാരണം ഞാൻ പറയാം, നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ പുറവശത്ത് മുഴുവൻ ഹെയർ എടുത്ത് ഇവിടെ ഇടുകയല്ല ചെയ്യുന്നത്. ഇവിടെയുള്ള ഹെയറിൻ്റെ ഇടയ്ക്കും നമ്മൾ ഹെയർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ നേറ്റീവ് ഹെയർ കുറച്ച് അവിടെ ഉണ്ട്, പുറകിൽ നിന്നുള്ള ഹെയർ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നേറ്റീവ് ഹെയറിന്
വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ മിനോക്സിഡിൽ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ ഈ നേറ്റീവ് ഹെയർ തന്നെ ഫോളോ ചെയ്ത് പിന്നെയും ഡെൻസിറ്റി കുറയും. ഈ പുറകിലത്തെ ഹെയർ ആണ് ഏറ്റവും റെസിസ്റ്റൻറ്റ് ടു ഫോൾ. മിക്കവാറും നമ്മൾ ഈ മാക്സിമം കഷണ്ടി എത്തിയിട്ടുള്ള വ്യക്തികൾ കാണുകയാണെങ്കിൽ പുറവശത്തെ ഹെയർ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഈ പറഞ്ഞ കഷണ്ടിയുടെ ഏറ്റവും അവസാനം പോകുന്ന ഹെയർ ആണ്. അപ്പോൾ ആ ഹെയർ ഇവിടെ എടുത്തിരിക്കുമ്പോൾ ആ ഹെയറിൻ്റെ നേച്ചറാണ് അതിവിടെ കാണിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ പോവില്ല, ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് ടു ഗോ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഹെയർസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ നമ്മൾ മിനോക്സിഡിൽ പോലെയുള്ള മെഡിസിൻസ് നമുക്ക്. ഈ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ എങ്ങനെയാണ്, എന്താണത്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറമ്പിലുള്ള മുറ്റത്ത് വെക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ ഹെയർ ഒരുപാടുള്ള ഭാഗത്തു നിന്ന് ഹെയർ ഇല്ലാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നതാണ് ട്രാൻസ്പ്ലാന്റേഷൻ. അതും പേഷ്യൻറ്റിൻ്റെ തന്നെ ഹെയർ. അത് നമുക്ക് വേറൊരാളുടെ ഹെയർ എടുക്കാൻ ഇല്ല. വേറൊരാളുടെ ഹെയർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു പ്രോട്ടീനാണ്, വേറൊരു മനുഷ്യൻ്റെ ഇതാണ് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അന്നേരം നമ്മൾ ചോദിക്കുന്നതാണ് ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ. ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ അവർ ഈ ഓർഗൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ റിജക്ഷൻ സപ്രസ് ചെയ്യാനുള്ള മെഡിസിൻസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ. നമ്മൾ ആ മെഡിസിൻസിന് ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ലൈഫ് ത്രെറ്റനിങ് ഒരു കണ്ടീഷൻ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പോലെയല്ല ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഈ ലൈഫ് ത്രെറ്റനിങ് ഇപ്പോൾ നമുക്കൊരു ലിവർ പ്രശ്നമുള്ള ആൾക്ക് വേറെ ആളുടെ ലിവർ ഇല്ലെങ്കിൽ അയാൾ ജീവിക്കില്ല. അപ്പോൾ ആ ലിവറിൻ്റെ റിജക്ഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടി അവരെടുക്കുന്ന മെഡിസിൻസിനും സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ആ സൈഡ് എഫക്ട്സ് ബെയർ ചെയ്തുകൊണ്ട് അവരെടുക്കുന്ന അവരുടെ ജീവൻ നിലനിർത്താൻ. അപ്പോൾ അതുപോലെ ഒരു സംഗതി നമുക്കൊരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് മിക്കപ്പോഴും പേഷ്യൻറ്റിൻ്റെ തന്നെ ഹെയർ മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് പറ്റും. ഓൺലി സർട്ടൻ സിറ്റുവേഷൻസ് ഡിഫ്യൂസ് ഹെയർ ലോസ് ഉള്ളവർക്ക് അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ദേ വിൽ നോട്ട് ബി ഗുഡ് കാൻഡിഡേറ്റ്സ് ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കുറേയൊക്കെ ഹെയർ ഡെൻസിറ്റി നമുക്ക് ഈ പറഞ്ഞ മെഡിക്കൽ മീൻസ് ട്രീറ്റ്മെൻറ്റും നമുക്ക് പ്രോപ്പർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ ഡോണർ ഹെയർ വേണം, എന്നാലേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. ആ ഏരിയ എന്ന് പറയുന്നത് ഈ ബാക്ക് സൈഡ് ബാക്ക് ഓഫ് സ്കാൽപ്പാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. പിന്നെ നമുക്ക് ബോഡി ഹെയർ ഒരുപാട് ഉള്ളവർക്ക് വേണമെങ്കിൽ കുറേയേറെയൊക്കെ ബോഡി ഹെയറും എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സ്വഭാവമായിരിക്കില്ലേ നമ്മുടെ ബോഡി ഹെയറിനും? അതെ. പക്ഷെ അന്നേരം അത് നമ്മൾ ബേസിക്കലി നമ്മൾ ഹെയർ നോക്കുകയാണെങ്കിൽ ഈ നീളമുള്ള ഹെയറും നീളം കുറഞ്ഞ ഹെയറും ഒക്കെയുള്ള ഭാഗങ്ങളുണ്ട്. അതായത് ഈ ബേബി ഹെയർസ് ഒക്കെ വരുന്നത് ശരിക്കും ഈ ബാക്കിൽ ഹെയർ ലൈനോട് ചേർന്നൊക്കെ ബേബി ഹെയർസ് ഉണ്ട്. ആ ബേബി ഹെയർസിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ബോഡി ഹെയർ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ ഡെൻസിറ്റി കൂടും, പക്ഷെ അവിടെ നീളം ഉണ്ടാവില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ചൂസ് ചെയ്യുന്ന ബാക്ക് ഓഫ് ഇതാണ് ബിയർഡ്, അതായത് താടിയുള്ള ഭാഗത്ത് ഈ താഴെ ഈ നെക്കിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ ഹെയർ എടുക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ ഐബ്രോ നഷ്ടപ്പെട്ടവർക്ക്, എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയോ പൊള്ളൽ പറ്റി പുരുകി പോയിട്ടുള്ളവർക്ക് നമുക്ക് ബിയർഡിൻ്റെ ഹെയർ അവിടെ വെക്കാം. ദാറ്റ് വിൽ ബി എക്സാക്ട്ലി മാച്ചിങ്, സെയിം തിങ് ആയിരിക്കും. അത് ബിയറിൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡറിലുള്ള ഹെയർസാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഫോളിക്കിളാണ് മാറ്റുന്നത്. നമ്മൾ ഫോളിക്കിൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോളിക്കിളാണ് അതിൻ്റെ റൂട്ട്. നമ്മൾ പുറത്തേക്ക് വരുന്ന അതിൻ്റെ തണ്ടാണ്. ഈ റൂട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ആ ഒരു റൂട്ടിൽ പല തണ്ടുണ്ടാവും. ഒരു തണ്ടുള്ള ഹെയർ ഉണ്ട്, 2 തണ്ടുള്ളതുണ്ട്, 3 തണ്ടുള്ളത്. ഫോളിക്കുലർ യൂണിറ്റ്സ് ആണ് മാറ്റുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഹെയർ ലൈനൊക്കെ ഇറക്കി വരണമെങ്കിൽ ഒരു 2500 to 3000 ഫോളിക്കിൾസ് മതിയാവും ചെറിയ തോതിലുള്ള ഹെയർ ലൈൻ താഴെ ഇറക്കാനായിട്ട്. അവിടെ അത്രയും ഫോളിക്കിൾസാണ് മാറ്റുന്നത്. അത്രയും ഫോളിക്കിൾസ് മാറ്റുന്ന ഏകദേശം മുടിയുടെ കണക്കിൽ പറയുകയാണെങ്കിൽ, തണ്ടിൻ്റെ കണക്കിൽ പറയുകയാണെങ്കിൽ 6000-7000 തണ്ട് മാറ്റും. അപ്പോൾ അതാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്, റൂട്ട്സ് മാറ്റി വെക്കുന്നതാണ്. ഇതിന് എത്ര സമയം എടുക്കും? ഇതൊരു നോർമൽ സർജറി പോലെ അത്രയും? ഇത് ശരിക്കും നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. ഇതൊരു നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയാലും നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹെയർ ഗ്രാഫ്റ്റിംഗ്. നമ്മൾ ഹെയർ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് വെക്കുന്നു. നമ്മൾ അവിടെ നിന്ന് ഫോളിക്കളോടുകൂടി എടുത്ത് അത് നമ്മളൊരു മൈക്രോ പഞ്ചുണ്ട്, ആ പഞ്ച് വെച്ച് പഞ്ച് ചെയ്ത് എടുത്തിട്ട് ഈ ഫോളിക്കിൾസ് നമ്മൾ ഹോൾസ് ഉണ്ടാക്കി ആ ഹോൾസിലേക്ക് അങ്ങ് വെക്കുകയാണ്. ഞാറ് നടന്ന പോലെ അങ്ങ് നടക്കും. അപ്പോൾ അത് നടന്നതിന് ഒരു രീതിയുണ്ട്, അതിൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്. മുടിക്ക് ഡയറക്ഷൻ ഉണ്ട്. മുടി നമ്മളിപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മുടി ഇട്ട് കഴിഞ്ഞാൽ പല ഡയറക്ഷനിലും നിൽക്കും. മുള്ളം മുടി എന്നൊക്കെ പറയില്ല, അതുപോലെ ഇരിക്കും. നമുക്ക് നല്ല ഭംഗിയിലത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഹെയർ വെക്കുന്നതിന് ഒരു ചായവുണ്ട്, ആ ചായവിലിടണം. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഹെയറിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ്. നമ്മളിപ്പം പുറകോട്ട് മുടി ചെയ്യുന്നവരുണ്ടാവും, പക്ഷെ അത് മുടി വളർത്തി കഴിയുമ്പോൾ പുറകോട്ട് ഇങ്ങനെ നിൽക്കും. ഈ പുറകോട്ട് മുടി ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മുടി പറ്റ വെട്ടി കഴിയുമ്പോൾ ആ കുറ്റിമുടി എങ്ങനെയാണ് ഇരിക്കുന്നത്, അതാണ് അതിൻ്റെ നാച്ചുറൽ ഡയറക്ഷൻ.
ആ നാച്ചുറൽ ഡയറക്ഷനിൽ അത് പ്ലാൻ ചെയ്യണം. അങ്ങനെയുണ്ട് ടെക്നിക്കലി, അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് സബ് ഓപ്റ്റിമൽ ആവും. അപ്പം എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഞാൻ എത്ര കാലം എൻ്റെ കൺസൾട്ടേഷൻ, അതായത് ഈ ട്രാൻസ്പ്ലാന്റ് വരെയും ഞാൻ ഒത്തിരി നേരത്തെ വരണോ, ഒരു മാസം മുമ്പെയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അതാണ് നമ്മൾ ഡെഫിനറ്റ്ലി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഒന്നുകിൽ മെയിൽ പാറ്റേൺ ഹെയർ ലോസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ ഈ പറഞ്ഞ ആ ഹെയർ ഫോൾ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കൺസിഡർ ചെയ്യുക. നമ്മൾ യൂഷ്വലി 24 years of age. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ആ പ്രൊസീജിയറിലേക്ക് ഞാൻ പോവാം. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി കുറേ ഹെയർ അങ്ങ് പോകും. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ മുഴുവൻ പോകുന്നത് കാണാം. ഓക്കെ, അതിന് ഷോക്ക് ലോസ് എന്നാണ് പറയുന്നത്. ഷോക്ക് ലോസ്, അതായത് നമ്മൾ വെക്കുന്ന ഹെയർ ഒരു ഫസ്റ്റ് 3 months ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച ആ ഹെയർ അവിടെ നിൽക്കുന്നത് കാണും, പിന്നെ ആ ഹെയർ പോവും. അപ്പോൾ ഇത് പേഷ്യൻസിനോട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലെങ്കിൽ അവർ വിചാരിക്കും ഇത് വെച്ചത് മുഴുവൻ പോയി എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മൾ ആ വേര് അവിടെ വെക്കുന്നു, അതിൻ്റെ തണ്ടാ പോകുന്നത്, വേര് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ കാരണങ്ങൾ മെയിൻലി ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടെമ്പററി ആ ബ്ലഡ് സർക്കുലേഷൻ വിച്ഛേദിക്കുക. നമ്മൾ അവിടെ നിന്ന് ആ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ അതിലേക്കുള്ള സർക്കുലേഷനൊക്കെ കുറച്ച് നേരത്തേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി അത് പുതിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ഷോക്ക് ഒരു ഇസ്കീമിക് ഷോക്കാണ്, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഇരുന്ന ഒരു ഷോക്ക് പീരീഡ്. ആ ഷോക്ക് പീരീഡിൻ്റെ അനന്തരഫലമായിട്ടാണ് ഹെയർ പോകുന്നത്. അത് ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ എൻ്റെ പറഞ്ഞില്ലേ, ഹെയറിൻ്റെ ഫേസസ്, ഈ അനജൻ ഫേസ്, കാറ്റജൻ ഫേസ്, ടീലോജൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഹെയറിന് പല ഇതുണ്ട്. ഹെയറിന് യൗവനമുണ്ട്, ബാല്യമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഒരു വൃദ്ധനായ ഹെയർ ഞാൻ എടുത്തു വെച്ചെങ്കിൽ ആ വൃദ്ധനായി വീഴാറായ ഒരു ഹെയറാണ് നമ്മൾ എടുത്തു വെച്ചത്. അപ്പോൾ ആ ഹെയർ പോവും, റൂട്ട് അവിടെ ഉണ്ട്, ഹെയർ അവിടെ പോവും. അപ്പോൾ അതിൻ്റെ ഫേസും അനുസരിച്ചിരിക്കും. നമ്മളൊരു ടീലോജൻ ഫേസിലുള്ള ഹെയറിനെ എടുത്തു വെച്ചെങ്കിൽ പെട്ടെന്ന് അത് പോവും, പക്ഷേ വേറെ ഒരെണ്ണം വരും. സോ ഷോക്ക് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടെമ്പററി ബ്ലഡ് സർക്കുലേഷൻ ഡിപ്രൈവ് ചെയ്തിട്ടുള്ള ഷോക്ക് കൊണ്ട് വരുന്ന ഒന്നുണ്ട്. പക്ഷേ ദിസ് ഇസ് നോട്ട് എ പെർമനൻറ്റ്. ഇത് പോയി കഴിഞ്ഞ് പിന്നെ വരും എന്നാണ്. അപ്പോൾ നമ്മൾ വെക്കുന്ന ഹെയർ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും കുറേ ഹെയറൊക്കെ പോകും. ഫ്രം 3 months ദേ സ്റ്റാർട്ട് ഗ്രോയിങ്, ന്യൂ ഹെയർ സ്റ്റാർട്ട് ഗ്രോയിങ്. അത് ഗ്രാജുവലായിട്ട് വളർന്ന് ഏകദേശം 9 to 12 months ആണ് ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫൈനൽ റിസൾട്ട്സ്. മേ ബി അപ് ടു 18 months, ചിലപ്പോൾ 18 months ഒക്കെ ആകുമ്പോഴേക്കും കിട്ടും. അത്രയും ഗ്രാജുവലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വരുന്ന പേഷ്യൻ്റ് എനിക്ക് ഒരു 2 മാസം കഴിഞ്ഞൊരു കല്യാണം അറ്റൻഡ് ചെയ്യാനുള്ളതാണ് എൻ്റെ ഇപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അവരോട് നമ്മൾ പറയണം ഇതിന് സമയം എടുക്കും, അല്ലെങ്കിൽ അവർക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഈ സർജറിക്ക് എത്ര സമയം, സർജറിയും തന്നെ പറയാലോ അല്ലേ, അതിന് എത്ര സമയം എടുക്കും? സോ ഇത് അനസ്തീഷ്യ കൊടുക്കുന്ന സർജറി അല്ല. അനസ്തീഷ്യ എന്ന് വെച്ചാൽ ജനറൽ അനസ്തീഷ്യ, ബോധം കെടുത്തി ചെയ്യുന്ന ഓപ്പറേഷൻ അല്ല. ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ മറ്റു ട്രാൻസ്പ്ലാന്റേഷൻ പോലെയല്ല, ബോധം കെടുത്തി അല്ല ചെയ്യുന്നത്. ഇതിന് ലോക്കൽ അനസ്തീഷ്യയും നെർവ് ബ്ലോക്സ് എന്ന് പറയും. അതായത് ഈ സ്കാൽപ്പിലേക്ക് സെൻസേഷൻ കൊടുക്കുന്ന ഞരമ്പുകളുണ്ട്. ആ ഞരമ്പുകളെ സ്പെസിഫിക്കലി നമ്മൾ മരവിപ്പിക്കും. അതും കുറേ നേരം എഫക്റ്റുള്ള അനസ്തീഷ്യ മരുന്ന് വെച്ച് ഇഞ്ചെക്ട് ചെയ്യും. പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കും. ആ ഞരമ്പുകൾ, സ്പെസിഫിക്കൽ ഞരമ്പുകളെ നമ്മൾ മരുന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്യും. അതൊരു 6-7 മണിക്കൂറത്തേക്ക് ഈസിലി പെയിൻ ഇല്ലാതെ വരുന്ന രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യും. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് മുഴുവൻ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഫെസിലിറ്റിയിൽ നമുക്ക് ആ പേഷ്യൻറ്റിന് ഒരു മൊണോട്ടണി വരാതിരിക്കാൻ വേണ്ടി അവർക്ക് പാട്ട് കേൾക്കാനും TV കാണാനും എല്ലാം അവിടെ നടക്കും. അത് തന്നെ. അപ്പോൾ അവരൊരു സ്പാ എഫക്റ്റാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് സംസാരിക്കാം, അത് കണ്ടുകൊണ്ടിരിക്കാം, പാട്ട് കേൾക്കാം. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കും ഉണ്ട് അവർക്ക്. അപ്പോൾ ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ അവർക്കൊരു ക്യാപ്പ് കൊടുത്തിട്ട് ആ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഫെസിലിറ്റിയുടെ അവിടെ തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു പുറത്തേക്ക് പോകാതെ തന്നെ അവിടെ തന്നെ ഇപ്പോൾ പേഷ്യൻറ്റിന് വാഷ്റൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകാം. എല്ലാം ഒറ്റ കോംപ്ലക്സ് അല്ല. നമ്മൾ കയറി പേഷ്യൻറ്റ് സ്ക്രബ് ഇട്ടിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്തേക്ക് പോകില്ല. ഫുഡ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ ദ പേഷ്യൻറ്റ് ദെയർ ഇറ്റ്സെൽഫ്. അവിടെ തന്നെ കഴിക്കും. അത് സമയമെടുക്കും, വൈകുന്നേരം വരെ എടുക്കും. അപ്പം നമ്മൾ യൂഷ്വലി ഒരു ദിവസമൊക്കെ ഓൺ ആൻ ആവറേജ് 4,000 ഫോളിക്കിൾസ്, 3,500 to 4,000 ഫോളിക്കിൾസ് ഒറ്റ ദിവസം നമുക്ക് മാറ്റി വയ്ക്കാം. സോ അതായത് ഇപ്പോൾ നമുക്കൊരു ഹെയർ ലൈൻ കുറച്ച് ഇറക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു നമ്പേഴ്സ് മതിയാവും. ഒരൊറ്റ സെഷനിൽ തന്നെ രാവിലെ വന്ന് ചെയ്തിട്ടങ്ങ് പോവാം. അതിൽ കൂടുതൽ കുറച്ച് ഉച്ചയിലേക്കൊക്കെ കൊടുക്കണം, കുറച്ച് ഏരിയയിലേക്ക് കൊടുക്കണമെങ്കിൽ 2 സെഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിൽ ഹോസ്പിറ്റൽ സ്റ്റേ ഇല്ല. പേഷ്യൻ്റ് രാവിലെ വരുന്നു, അവേക്കായിട്ട് ഇവിടെ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നു, സർജറി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു, വൈകുന്നേരം പോകുന്നു. പിന്നെയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ പിന്നെയും വരുന്നു, എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ അതുപോലെ ഇരുന്നിട്ട് പോകുന്നു. ദെയർ ഇസ് നോ ഹോസ്പിറ്റൽ സ്റ്റേ, ദെയർ ഇസ് നോ ജനറൽ അനസ്തീസിയ.
തലേന്നും പിറ്റേന്നും അതെ 2 ദിവസം അടുപ്പിച്ച് മാറ്റുന്നതുകൊണ്ട് വേറെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അതാണ്, ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയം നമ്മൾ ചെയ്യുമ്പോൾ അത് പേഷ്യൻ്റ് ഭയങ്കര അൺകംഫർട്ടബിളാണ്. കുറച്ച് നേരത്തിന് അപ്പുറം കഴിയുമ്പോഴേക്കും ദി ബിക്കം റെസ്റ്റ്ലെസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമല്ല, ഇറ്റ് ഇസ് വെരി ഓൾസോ, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ആൾ ചെയ്യുന്നതല്ല, ഒരു ടീം ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഈ 3000 ഫോളിക്കിൾ ചെയ്യാന്നുള്ള ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമുക്കൊരു ടീം വേണം. ആ ടീമിലൊരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. ഈ ഫോളിക്കിൾ പഞ്ച് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട്, അത് വെക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ വേറെ വേറെ ആളുകളാണ് ചെയ്യുന്നത്. അതെ, ഇത് ടീമാണ്. അപ്പോൾ ഇത് ടീം ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്. നമുക്ക് ഡോക്ടേഴ്സ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല, ടെക്നീഷ്യൻസിനെ ട്രെയിൻ ചെയ്യിക്കണം. എപ്പോഴും എവിടെയും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ദേ വിൽ ബി എ ടെക്നീഷ്യൻ ടീം, വെൽ ട്രെയിൻ ടെക്നീഷ്യൻ ടീം, സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കിൽ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. സമയം എടുക്കുന്ന പ്രൊസീജിയറാണ്. ഒരു സമയം, അതായത് ഒരു 7-8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു കണ്ടിന്യൂ. പേഷ്യൻറ്റ് ഗെറ്റ്സ് എക്സോസ്റ്റഡ്, ദ ടീം ഗെറ്റ്സ് എക്സോസ്റ്റഡ്. സോ അവർ പോയി വന്ന് നെക്സ്റ്റ് ഡേ പിന്നെയും ഫ്രഷ്ലി സ്റ്റാർട്ട് ഫ്രം ദ മോർണിംഗ് ഈവനിങ്, അങ്ങനെ 2 സിറ്റിംഗ് ആയിട്ട് ചെയ്യാം. 2 ദിവസത്തിനപ്പുറം അത്രയൊന്നും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറില്ല. മാക്സിമം 2 സിറ്റിംഗ്സ് അല്ലെങ്കിൽ 1 സിറ്റിംഗ്. അപ്പോൾ അതായത് ഇപ്പം ഇത് എനിക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യം ഹെയർ പോകുന്നതിന് മുമ്പത്തെ പോലെ തന്നെ അത്രയും തിക്നെസ്സിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും അല്ലേ? ഡെഫിനറ്റ്ലി. സോ നമ്മളിപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന PRP ഇഞ്ചെക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഈ ഇഞ്ചെക്ഷൻസും കൂടെ വെച്ച് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ട്സ് ആർ ബെറ്റർ ഓൾവേസ്. അപ്പം നമ്മൾ പ്യുവർലി സർജിക്കലി പോകാതെ ഈ കമ്പൈൻ മെഡിസിൻസ് വിത്ത് സർജറി റിസൾട്ട്സ് ആർ ഈവൻ ബെറ്റർ. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും അറ്റ്ലീസ്റ്റ് മിനോക്സിഡിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ഓൾവേസ്. എല്ലാവരും ചെയ്യും. എനിവൺ ഹു ഹാസ് അണ്ടർഗോൺ ട്രാൻസ്പ്ലാന്റേഷൻ വിൽ കണ്ടിന്യൂ വിത്ത് മിനോക്സിഡിൽ അറ്റ്ലീസ്റ്റ്. കാരണം 2 സ്വഭാവക്കാരാണല്ലോ അവിടെ ഇരിക്കുന്നത്. ഒന്ന് പഴയ ആൾക്കാരിരിക്കുന്നുണ്ട്, വരുത്തന്മാരുണ്ട്, പഴയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. പഴയ ആൾക്കാരെ ഇടഞ്ഞ് പോകാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവരെ റിറ്റെയിൻ ചെയ്യാനുള്ള മിനോക്സിഡിൽ, പിന്നെ ഓറൽ മെഡിക്കേഷൻസ് ഉണ്ട്, ഫിനസ്ട്രൈഡ്. നമ്മൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ടു DHT കൺവേർഷൻ ബ്ലോക്ക് ചെയ്യുന്ന ഏജൻസ് ഉണ്ട്. അപ്പോൾ അത് ഓറൽ ഫിനസ്ട്രൈഡ് ടാബ്ലറ്റ്സ് ആയിട്ടും അത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ ഇത് രണ്ടും കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് ആക്ച്വലി എന്നോട് ചോദിക്കുന്നത് ലൈഫ് ലോങ് ആണോ? അപ്പം ഞാൻ പൊതുവേ പറയാം, നിങ്ങൾക്ക് എത്ര നാൾ നിങ്ങളുടെ മുടി നിലനിർത്താൻ ആഗ്രഹമുണ്ടോ അത്രയും നാളിത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ചിലർ പറയും എനിക്ക് കല്യാണം കഴിക്കുന്നത് വരെ മതി. അല്ല, അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. അതായത് നമ്മൾ കീഴടങ്ങുന്ന ഒരു സമയമുണ്ട്. ഇപ്പൊ നര ഒന്നെങ്കിൽ ഡൈ ചെയ്യേ വേണ്ട. ഡൈ ചെയ്ത് തുടങ്ങുന്നവൻ ഒരു പ്രായം വരെ, ഇപ്പൊ എൻ്റെ അച്ഛൻ ഒരു 70-75 വയസ്സ് വരെ ഡൈ ചെയ്തിരുന്ന ആളാണ്. ഒരുപാട് മുടിയുള്ള ആളാണ്, നല്ല കരുത്തുള്ള മുടിയുള്ള ആളാണ്. പക്ഷെ നരയായിരുന്നു, വളരെ ഏർലി ആയിട്ട് നര വന്നു. ആ ഒരു പ്രായം എത്തിയിട്ട് പെട്ടെന്നൊരു ദിവസം ഡൈ നിർത്തിക്കിട്ട് ഒരു ഫംഗ്ഷൻ പോയിട്ട് ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് കറുത്ത മുടിയെല്ലാം വെളുത്ത മുടിയായി. നമുക്കൊരു സമയം വരെ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ കഷണ്ടി ആയാലും നരയായാലും ഒരു ടൈം വരെ നമുക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വിൽ ഹാവ് ടു ഗിവ് ഇറ്റ് അപ്പ്. അതെ അതെ അതെ. ഈ സർജറി ഇപ്പോൾ എനിക്ക് ഈ വർഷം ഞാനൊന്ന് ചെയ്തു, അടുത്ത വർഷം എനിക്ക് കുറച്ചുകൂടെ വെക്കണം എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വെക്കാം. പക്ഷേ ഇതിൽ സർജറിയുടെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ഡോണർ ഹെയർസ്. അപ്പം നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഡെൻസിറ്റി കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ്. അത് പിന്നെ വരത്തില്ല. ഇല്ല, അത് ഒന്ന് എടുത്തു പോയ ഹെയർ പിന്നെ വേറെ അതെ. അപ്പൊ അവിടെ ഒരു ഡോട്ടായിട്ട് ചെറിയ സ്കാറുകളുണ്ടോ നമ്മൾ കാണൂല, ചെറിയ ഡോട്ടായിട്ട്. അപ്പൊ അവിടുത്തെ ഡെൻസിറ്റി ഒന്ന് കുറയും. അവിടുത്തെ ഡെൻസിറ്റി ഒന്ന് കുറയും. പക്ഷെ അവിടുത്തെ ഡെൻസിറ്റി കുറയുന്നതിനേക്കാളും നമ്മൾ ഇവിടെ ഹെയർ വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മുടി സൈഡിൽ ഇവിടെയൊക്കെ പറ്റയായിട്ട് വെട്ടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പൊ നമ്മൾ അങ്ങനെ വെട്ടിക്കേണ്ട കാര്യമില്ല, അവിടെ സ്വതവേ മുടി കുറവായിരിക്കും. അങ്ങനെ. പിന്നെ ഈ സർജറി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് തല കുളിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുന്ന പേഷ്യൻസിന് സാധാരണ ആദ്യമേ നമ്മളൊരു 72 hours എടുക്കും ഈ റൂട്ട് അവിടെ ഒട്ടിപ്പിടിക്കാൻ. ആ സമയം വരെ നമ്മളൊരു ക്യാപ്പ് കൊടുക്കും അവർക്ക്. ഒരു ക്യാപ്പ്, ഒരു എന്താ പറയുക, നമ്മൾ ഷവർ ക്യാപ്പ് പോലത്തെ ഒരു ക്യാപ്പ് കൊടുക്കും. അവർ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഹെയർ വെക്കുക എന്നുള്ളത്. ആ ഹോളിൽ നിന്നും ചെറിയ ബ്ലീഡിങ് ചെറുതായിട്ട് ബ്ലഡ് പൊടിഞ്ഞു വന്ന് സ്കാബായിട്ട് ഫോം ചെയ്യും. പൊറ്റയുണ്ടോ? അപ്പോൾ ഈ പൊറ്റ ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി, അത് പിന്നീട് പേഷ്യൻ്റ് OPയിലേക്ക് വരുമ്പോൾ ഇത് ക്ലീൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഇത് അങ്ങ് ഒരുപാട് ഡ്രൈ ആയിട്ട് ഹാർഡ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഇത് ഇടയ്ക്ക് നനച്ചിരിക്കാൻ വേണ്ടി നമ്മളൊരു സ്പ്രേ കൊടുക്കും. സാധാരണ സലൈൻ ആണ് സ്പ്രേ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്പ് കൊടുക്കുകയും പേഷ്യൻറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്
ഇത് ഈ പൊറ്റയിലേക്ക് അടിച്ച് അതിങ്ങനെ കുതിർത്ത് വെക്കുക, എന്നിട്ട് ക്യാപ്പ് വെക്കുക. ഇതൊരു 3 days പേഷ്യൻ്റ് ഫോളോ ചെയ്യും. 3-ാമത്തെ ദിവസമാണ് പേഷ്യൻ്റ് ഫസ്റ്റ് റിവ്യൂവിന് വരുന്നത്. ആ സമയത്ത് അവിടെ വെച്ച് തന്നെ ഞങ്ങളൊരു വാഷ് കൊടുക്കും, കംപ്ലീറ്റ്ലി ഒരു ക്ലീനിങ് വാഷിങ് കൊടുക്കും. അപ്പോൾ ഈ സ്കാബൊക്കെ നമ്മൾ കളയും. അത് നമ്മൾ അവരോടത്ത് ചെയ്യാൻ പറയില്ല, അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ടീം തന്നെയാണ് അത് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി വാഷ് ചെയ്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ട്. അതാണ് ഫസ്റ്റ് റിവ്യൂ. അതിനുശേഷം പേഷ്യൻറ്റിന് തല കഴുകാം, ഷാമ്പൂ ഒക്കെ വെച്ച് കഴുകുകയൊക്കെ ചെയ്യാം. ആ റൂട്ട്സ് അവിടെ പിടിച്ചിരിക്കും. പിന്നെ ഉള്ളത് ഒരു 1 week കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ ആണ് പൊതുവേ. അവർ 1 week കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ഇൻഫെക്ഷനൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി എല്ലാം ക്ലീൻ ആണെന്നുള്ളത് ചെയ്യാൻ വേണ്ടിയുള്ള സെക്കൻഡ് റിവ്യൂ ആണ്. പിന്നെയുള്ള കെയർ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒരു 2 weeks ടൈം വരെ നമ്മൾ ഇപ്പോൾ ഇൻറ്റൻസ് സൺലൈറ്റ് എക്സ്പോഷർ ഒഴിവാക്കും. സ്വിമ്മിങ്, മിക്കവാറും സ്വിമ്മിംഗ് പൂളിൽ ക്ലോറിനൊക്കെ ഉള്ള വെള്ളത്തിലാണ് നീന്തുന്നത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുമ്പോൾ എക്സസ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഈ സംഗതികൾ, സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ. സ്മോക്കിങ്ങിന് ഭയങ്കര ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് ഹെയർ. അപ്പോൾ ഈ ഡെഫിനറ്റ്ലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടുബാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിക്കോട്ടിൻ ഉണ്ട്. ഈ നിക്കോട്ടിൻ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുന്ന സാധനം, നിക്കോട്ടിൻ വാസോ കൺസ്ട്രിക്ടർ. അപ്പോൾ അത് റിസൾട്ട്സിനെ കോംപ്രമൈസ് ചെയ്യും. നമ്മുടെ ഹെയർ ഗ്രാഫ്റ്റ് വെച്ചിരിക്കുന്നിടത്തൊക്കെ വാസോ കൺസ്ട്രക്ഷൻ വരുന്നത് നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി 2 weeks സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇൻറ്റൻസ് സൺലൈറ്റ് എക്സ്പോഷർ, ഫിസിക്കൽ ആക്ടിവിറ്റി, സ്വിമ്മിങ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പറയും. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2-3 weeks കഴിയുമ്പോഴേക്കും സ്ലോലി ആക്ടിവിറ്റിയൊക്കെ തുടങ്ങാം. പക്ഷെ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും അവോയ്ഡ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് പലപ്പോഴും നിർത്താനായിട്ട് പാടാം, പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്ട്സ് എപ്പോഴും പറയുന്നത് നല്ലതാണ്. അവോയ്ഡ് സ്മോക്കിംഗ് ഫ്രം ദ ഹെയർ പെർസ്പെക്റ്റീവ്. അതായത് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം നിരവധി ഇൻഫെക്ഷൻസ് വന്നു എന്ന് പറഞ്ഞ ആൾക്കാർ ഒന്നിലധികം റിപ്പോർട്ടുകൾ ഈ റീസെൻ്റായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താ? നമുക്ക് അങ്ങനെ ഒരു വലിയ റിസ്ക് ഇതിൻ്റെ പിന്നിലുണ്ടോ? ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ഒരു നീഡിൽ പ്രൊസീജിയറാണ് ആക്ച്വലി. നമ്മളൊരു സർജറി എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് മുറിക്കുന്നൊരു സംഗതിയല്ല, ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ഫൈൻ പഞ്ചിങ് വെച്ച് ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ ശരീരത്തിലൊരു ഇൻഫെക്ഷൻ വരുന്നതിന് 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വേണം സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ, ഇതൊക്കെയല്ലേ ന്യൂസിൽ കിട്ടുന്നത്. ഈ സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ പോലെയുള്ള സംഗതികളൊക്കെ വരണമെങ്കിൽ 2 ആസ്പെക്ട്സ് ആണ്. ഒന്നെങ്കിൽ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ വളരെ അഗ്രസീവായിട്ടുള്ള ബാക്ടീരിയയാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡി ഡിഫെൻസ് നല്ലതായിരിക്കില്ല. ഈ 2. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഹെയറിൻ്റെ കേസ്, ഹെയറിൽ ദിസ് ഇസ് പ്രാക്ടിക്കലി വെരി റെയർ തിങ്. നമ്മളിപ്പോൾ ന്യൂസിൽ കാണുന്നതാണ് ഈ സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ ഒക്കെ വരുന്നത്. നമ്മൾ യൂഷ്വലി ഇതുപോലത്തെ സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ ആണെന്ന് ഈ അൺകൺട്രോൾ ഡയബറ്റിസ് ഉള്ളത്, പ്രമേഹ രോഗികൾ ഒട്ടും കൺട്രോൾ ചെയ്യാതെ വരുന്ന ഇൻഫെക്ഷനാണ് ശരിക്കും സ്കിൻ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നങ്ങ് പോകുന്നു, എല്ലാം ഇങ്ങനെ കറുത്തറുത്ത് പോകുന്നു, അങ്ങനെയുള്ള നെക്രോട്ടൈസിങ് ഫേഷ്യാറ്റിസ് എന്ന് പറയും. ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് സാധാരണ രോഗപ്രതിരോധ ശേഷി വളരെയധികം കുറഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് വരുന്ന, ഏറ്റവും കോമൺലി ഈ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ പീപ്പിൾ ഇൻ ആർ സൊസൈറ്റീസ് ഡയബറ്റിക്സ്, അൺകൺട്രോൾ ഡയബറ്റിസ് ഉള്ളവർക്കാണ് രോഗപ്രതിരോധ ശേഷി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അവർക്കാണ് ഇതുപോലത്തെ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ വീക്കാണെങ്കിൽ ഇതുപോലത്തെ ഇത് വരാം, ഈ പ്രോബ്ലം. പിന്നെ ഇത് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോഴുള്ള ആൻറ്റിസെപ്സിസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ഈ പറഞ്ഞ നീഡിൽ പ്രൊസീജിയർ ആണെങ്കിൽ പോലും അതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന തിയേറ്ററും അതിൻ്റെ എക്വിപ്മെൻറ്റ്സും എല്ലാം പ്രോപ്പർ അണുവിമുക്തമായിട്ടുള്ള കണ്ടീഷൻസിലേ ചെയ്യാവുള്ളൂ. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ എസെപ്റ്റിക് പ്രാക്ടീസസ് ട്രെയിൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ന്യൂസുകളൊക്കെ നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റില്ല. ഈ 2 പോസിബിലിറ്റി ഉള്ളൂ. ഒന്നെങ്കിൽ അതൊരു പ്രോപ്പർ പേഷ്യൻറ്റിലല്ല ചെയ്തേക്കണം. അതായത് അൺകൺട്രോൾ ഡയബറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ വി വിൽ നോട്ട് ഡു ഇറ്റ്. ദേ വിൽ ഹാവ് ടു കൺട്രോൾ ദ ഡയബറ്റിസ്. ഹൈ ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ടാക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് അണുവിമുക്തമായിട്ട് എല്ലാം അത് ഇൻസ്ട്രുമെൻസും എക്വിപ്മെൻറ്റും അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ OTയും കീപ്പ് ചെയ്യണം. അവർ ചെയ്യുന്ന പ്രൊസീജിയർ വളരെ ബാക്ടീരിയ കണ്ടാമിനേഷൻ വരാത്ത രീതിയിലുള്ള എസെപ്റ്റിക് മെഷേഴ്സ് എടുത്ത് വേണം ചെയ്യാൻ. ഇത് 2 ഇല്ലാതെ വരുമ്പോഴാണ് ഈ സംഗതി ചെയ്യുന്നത്. നോർമൽ കേസിൽ ഇതിനൊരു സാധ്യതയില്ല. നോർമൽ കേസസിൽ ഇത് സാധാരണ കാണാറില്ല. പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇൻഫെക്ഷൻ്റെ റിസ്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഏതൊരു സർജൻ ഏതൊരു പ്രൊസീജിയറും
റിസ്ക് ഉണ്ടോ, നമ്മളൊരു കൺസെൻറ്റ് ഫോം സൈൻ ചെയ്യുമ്പോൾ ആ കൺസെൻറ്റ് ഫോമിൽ ഇതിൽ വരാവുന്ന പ്രശ്നങ്ങൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഇൻഫെക്ഷൻ നമ്മൾ ഇടാറുണ്ട്. കാരണം ടെക്നിക്കലി എവിടെ ഒരു മുറിവുണ്ടായാലും ഇൻഫെക്ഷൻ ഇൻവേസീവ് പ്രൊസീജിയർ ഫോർ ദാറ്റ് മാറ്റർ അതൊരു കോംപ്ലിക്കേഷൻ ആകാം. നമ്മുടെ നോർമൽ ജനറലി യു ഡോണ്ട് സീ ദിസ്. റിസ്ക് സൈഡ് എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അതായത് അപ്പോൾ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് ഈ പറഞ്ഞ ഞാനൊരു കൺസെൻറ്റ് എടുക്കുമ്പോൾ ഈ സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ വരുന്ന ഒരിക്കലും ഞാൻ എടുക്കാറില്ല. ഇൻഫെക്ഷൻ്റെ റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മളൊരു സർജിക്കൽ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ ബ്ലോക്സ് ഒക്കെ കൊടുക്കും. പിന്നെ നമ്മളൊരു നീഡിലൊക്കെ വെച്ച് കുത്തുന്നതുകൊണ്ട് കുറച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, നീർക്കെട്ടുണ്ടാവും, സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്വെല്ലിംഗ് ഉണ്ടാവും. പിന്നെ ചിലവർക്ക് പെയിൻ വരാം, ഇങ്ങനെ ഉറുമ്പ് കടിക്കുന്ന പെയിൻ ചിലവർക്ക്. അത് ഇറ്റ് ഓൾ പേഷ്യൻറ്റ് റിലേറ്റഡ് ആണ്. ചിലവർ ചെറിയ പെയിനെയും വലിയ പെയിനായിട്ട് പറയുന്നവരുണ്ടാവും. അപ്പം എന്നാലും നമ്മൾ പെയിൻ കില്ലേഴ്സും എല്ലാം കൊടുക്കും. ജനറലി അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഗതിയല്ല. ഇപ്പോൾ പെയിന്, ബ്ലീഡിങ്, ഈ ബ്ലീഡിങ് സാധാരണ രീതിയിൽ വരുന്നതല്ല, പക്ഷേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രഷറുള്ളൂ. അതാ പറഞ്ഞത്, ഈ മെഡിക്കൽ കണ്ടീഷൻസ് കൺട്രോൾ ചെയ്തിട്ട് എപ്പോഴും ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ BP ഉള്ളവരെ BP കൺട്രോൾ ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഹോൾസ് ഇടുന്ന സമയത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ആ ഹോൾസിൽ നിന്ന് ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ വെക്കുന്ന ഈ റൂട്ടുകളൊന്നും അവിടെ നിൽക്കില്ല, അത് പുറത്തേക്ക് വരും. അപ്പോൾ ബ്ലീഡിങ് അതാ പറഞ്ഞത്. ഇപ്പോൾ ഈ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ, ഈ ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അൺകൺട്രോൾ BP ഉണ്ടെങ്കിൽ വരും. ഈ കണ്ടീഷൻസിലാണ് ബ്ലീഡിങ് വരുന്നത്. അല്ലെങ്കിൽ ബ്ലീഡിങ് അങ്ങനെയൊന്നും വരാറില്ല. പിന്നെ ഉള്ളത് പേഷ്യൻസിന് എപ്പോഴും പേടി വരുന്നത്, അത് നമ്മൾ ആദ്യമേ അറിയിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് ലോസ്. അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യത്തെ 3 മാസം എൻ്റെ വെച്ച മുടി മുഴുവൻ പോയി, ഞാൻ 3 മാസം കഴിഞ്ഞൊരു വെഡിങ്ങിന് പോയപ്പോൾ വെച്ചത് ഉള്ളതും കൂടെ പോയി എന്നുള്ളത്. അപ്പോൾ അതാണ് പിന്നെ ഉള്ള സംഗതികൾ. പിന്നെ ഈ പറഞ്ഞ ടെക്നിക്കൽ ഒരു ഫെയിലിയർ എല്ലാ സ്ഥലങ്ങളിലും വരാം. ഇപ്പോൾ ടെക്നിക്കൽ ഫെയിലിയർ എല്ലാം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സ്പെർട്ടീസ് ഓഫ് ദ ടീം. അതാണ് അത് ഈ പറഞ്ഞ വെച്ച ഹെയർ ലോസ്, നമ്മൾ വെച്ച ഹെയർ പ്രോപ്പറായിട്ട് പിടിച്ചില്ല. അപ്പോൾ അതിൽ കുറേ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. നമ്മൾ ഹെയർ എടുത്തു കഴിഞ്ഞാൽ വലിയ ടൈം ഇല്ലാണ്ട് ഒരുപാട് എയർ കോണ്ടാക്ട് വരാതെ തന്നെ പെട്ടെന്ന് തന്നെ ഇംപ്ലാന്റ് ചെയ്യണം ഒരുപാട്. ദാറ്റ് ഇസ് വൺ ആസ്പെക്ട്. പിന്നെ നമ്മൾ ഫോളിക്കിൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന നമ്മൾ അത് പഞ്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ റൂട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ അത് വളരെയില്ല. അതാണ് വേറെ ഒരു എത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ ചെയ്യുന്നു എന്നുള്ളിടത്ത്. അതെ, സോ എക്സ്പെർട്ടീസ് ഡെഫിനറ്റ്ലി കൗണ്ട്സ് ഇൻ ദ റിസൾട്ട്സ്. പിന്നെ പേഷ്യൻസ് അൺഹാപ്പി ആയിട്ട് വരുന്ന സംഗതികൾ ഡോളിൻ്റെ മുടി പോലെ ഇരിക്കുന്നു എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ അവർ പേഷ്യൻ്റ് വിദേശത്ത് പോയി ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ടർക്കി പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി ചെയ്തു വന്നിട്ടുള്ളവർ, അവരിങ്ങനെ വന്നിട്ട് പറയും മുടി വെച്ചു, പക്ഷേ ഇത് ഒരു ഡോളിൻ്റെ മുടി പോലെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഒരു കുറച്ച് നാച്ചുറലായിട്ട് വെച്ചാലേ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഹെയർ ലൈൻ എക്സാക്ട്ലി ഒരു വര വരച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഡോളിൻ്റെ മുടി പോലെ ഇരിക്കും. കുറച്ച് വേവി ആയിട്ട് വെക്കണം, എന്നാലേ നാച്ചുറൽ ലുക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ, നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ മുടി വളർന്നു വരുമ്പോഴേക്കും അതോടെ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ. അത്യാവശ്യം ഒരു കലാകാരനാണ് ഇത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഡെഫിനറ്റ്ലി. ഇത് ആർക്കാണ് ഒരിക്കലും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാർ? സോ ഞാൻ പറഞ്ഞ ആൾക്കാരനേക്കാൾ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത മനുഷ്യർ. രണ്ട് കാര്യങ്ങൾ പറയാം. ഒരിക്കലും ചെയ്യരുതാത്ത സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും കൺട്രോൾഡ് അല്ല. അത് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ. ഈ പറഞ്ഞ ഡയബറ്റിസ്, എക്സ്ട്രീംലി ഡയബറ്റിക് പേഷ്യൻ്റാണ്, പക്ഷേ ആൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉടനെ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. കാരണം ഈ പറഞ്ഞ വേണം ഈ സ്കിൻ ഈറ്റിംഗ് ബാക്ടീരിയ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു സാഹചര്യം. പിന്നെ ആക്റ്റീവ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ചരങ്ങ് ഉള്ളവരുണ്ട്, അതുപോലെ ബോയിൽസ് ഉണ്ടെങ്കിൽ, അതുപോലെ ഡാൻഡ്രഫ് ഈ പെർസെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ഡസ് നോട്ട് കോസ് ഹെയർ ഫോൾ ആക്ച്വലി. പക്ഷേ എന്നാലും ഡാൻഡ്രഫ് ഒരു ആക്റ്റീവ് ഇൻഫ്ലമേഷനുള്ള സ്കെയിലിംഗ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആ ഒരു സ്കിൻ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ട് അത് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ പറഞ്ഞത്. ഒരിക്കലും ചെയ്യരുതാത്ത വ്യക്തികളെന്ന് പറയുമ്പോൾ, ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ട്രൈക്കോട്ടിലോമേനിയ എന്ന് പറഞ്ഞൊരു ഒരു സൈക്കോളജിക്കൽ ഇതുണ്ട്. ഒരു കമ്പൾസീവ് ഡിസോർഡറാണ്. ചെറിയ ഹെയർ ഇങ്ങനെ പറിച്ചു കളയും, അവരിങ്ങനെ പറിച്ചു കളയും. ആ ടെൻഡൻസി ഉള്ളവർ ചെയ്യാതിരിക്കാൻ നല്ലത്. കാരണം അവർ ആ കമ്പൾസീവ് ആ ഒരു നേച്ചർ അവർ കൺട്രോൾ ചെയ്യാണ്ട് അവർ കാര്യമില്ല. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് പ്രൊസീജിയർ. അത് ചെയ്യരുത്. പിന്നെ ഉള്ളത് കീലോയിഡ് ടെൻഡൻസി എന്ന് പറഞ്ഞ വേറെ ഒരു കണ്ടീഷനുണ്ട്. അതായത് നമുക്ക് ഉണ്ടാകുന്ന സ്കാറുകളൊക്കെ
ചിലവരുടെ സ്കിന്നിൻ്റെ നേച്ചറാണ്, ചെറിയ സ്കാർ ഉണ്ടാക്കിയാൽ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമ്മളൊരു വളരെ ഫൈനായിട്ടുള്ള ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വരമ്പ് പോലെ ഇങ്ങനെ പൊങ്ങി വരും. സ്കാറ് തടിച്ചു വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് ഇതിങ്ങനെ ഇതിൻ്റെ പഞ്ച് മാർക്സ് എല്ലാം തള്ളി വരും ഇവിടെ. അതാണ് അപ്പോൾ നല്ല സിവിയർ കീലോയിഡ് ടെൻഡൻസി ഉള്ളവർ ഒഴിവാക്കാൻ നല്ലത്. ഈ ട്രൈക്കോട്ടിലോമേനിയ ഉള്ളവർ അതും ഒഴിവാക്കാൻ നല്ലത്. പിന്നെ ഓവറോൾ ഹെയർ ഡെൻസിറ്റി ഭയങ്കര കുറവാണെങ്കിൽ, അതായത് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ചെയ്യുകയാണെങ്കിലും ഈസ് വെരി അൺറിയലിസ്റ്റിക്. യു കനോട്ട് ഗിവ് ദം എ ഗുഡ് റിസൾട്ട്. സോ ഈ വ്യക്തികളാണ് ഒഴിവാക്കേണ്ടത്. മറ്റ് സാഹചര്യങ്ങൾ, ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒഴിവാക്കേണ്ടത്. എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു സാധനം, പുരുഷന്മാർക്ക് പുരുഷത്വം കൂടുതലുള്ള ആൾക്കാർക്കാണ് കഷണ്ടി കൂടുതൽ ഉണ്ടാവുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമാണ്? ആൻഡ്രോജൻ റിസെപ്റ്റേഴ്സ്, ടെസ്റ്റോസ്റ്റെറോൺ ആണ് നമ്മളുടെ പുരുഷ ഹോർമോൺ. ഇതിനെ ഒരു DHT, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റെറോണിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഒരു എൻസൈം. ഈ DHTയും ഈ ഹെയർ ഫോളിക്കിളിലുള്ള റിസെപ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കെട്ടുറപ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ ബേസിക്കലി ഈ ഒരു സംഭവം തന്നെ ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അതെ, അപ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇത് തമ്മിലൊരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റുമല്ലോ അല്ലേ? അല്ല, അത് കറക്റ്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ വീട്ടിലൊരു കഷണ്ടിയുള്ള ആളെ എല്ലാവരും പരിഹസിച്ച് കഴിഞ്ഞാലും അവർ ഡിഫെൻസീവായിട്ട് പറഞ്ഞാൽ പുരുഷ അത് പക്ഷെ കറക്റ്റ് തന്നെയാണ്. ഡോക്ടർ പറഞ്ഞു മെയിൽ ഹോർമോൺ ഉണ്ടാവണം. പിന്നെ പാരമ്പര്യവും അതന്നെ. ബേസിക്കലി പ്രിമച്വർ ഗ്രേയിങ് എന്നുള്ള വാക്ക് നമ്മളെന്താ അകാല നര എന്ന് പറയുമ്പോൾ എത്ര വയസ്സ്? അതിന് നമ്മൾക്ക് ഇന്ത്യൻ സ്കിൻ, നമ്മുടെ ഏഷ്യൻ സ്കിൻ ടൈപ്പ്, നമ്മുടെ പല സ്കിൻ, കൊക്കേഷ്യൻ, ഏഷ്യൻ, അങ്ങനെയുള്ള പല സ്കിൻ, നമ്മുടെ ഇതിൽ ഒരു 25 ഇയേഴ്സാണ് നമുക്കൊരു നര വരാൻ തുടങ്ങുന്ന നോർമൽ ഏജ്. 25 ഇയേഴ്സിന് താഴെ, 25 വയസ്സാകുന്നതിന് മുൻപേ മുടി നരയ്ക്കുകയാണെങ്കിലാണ് നമ്മളതിനെ പ്രിമച്വർ ഗ്രേയിങ് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പറഞ്ഞ പോലെ എല്ലാ കുറ്റവും കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ജെനറ്റിക്സ്. ഓക്കെ, പലപ്പോഴും ഇപ്പം നമ്മൾ പറയാറുണ്ട് ഒരു ഭാഗ്യനര എന്നൊക്കെ പറയാറുണ്ട്. നേരത്തെ എനിക്ക് ഒരു മുടി 2 മുടി നരയ്ക്കുന്നു, കൊച്ചിലേ നരച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രിമച്വർ ഗ്രേയിങ് ആണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസി ആ ഫാമിലിയിലുണ്ട്, ജെനറ്റിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന ജനറേഷൻ അത് അക്വയർ ചെയ്യാനുള്ള ചാൻസ്, ഇൻഹെറിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് അച്ഛനും അമ്മമാരിലും അന്നെ ആവണം എന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിലും അത് വരാം. അപ്പോൾ ഇത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ 25 വയസ്സിന് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വരാം. രണ്ടാമത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് നമ്മൾ ഡെഫിഷ്യൻസീസാണ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അത് പെട്ടെന്നൊരു അക്യൂട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പോലെ അയൺ ഡെഫിഷ്യൻസി, ഇതിലൊക്കെ തന്നെ നമുക്ക് ഹെയർ പെട്ടെന്ന് നരയ്ക്കാം. പക്ഷെ അത് നമ്മൾ യൂഷ്വലി സപ്ലിമെൻറ്റ് ചെയ്ത് കൊടുത്ത് ഈ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ഇതിലേക്ക് വരാറുണ്ട്. പിന്നെ കുറച്ച് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, ഇപ്പോൾ വിറ്റിലിഗോ പോലുള്ള വെള്ളപ്പാണ്ട് പോലെ, അത് തലയിൽ വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ മുടി നമുക്ക് നരയ്ക്കാം. ചിലർക്ക് വളരെ വിരളമായിട്ട് ഇപ്പോൾ ഈ നരച്ച മുടി ഇപ്പോൾ കറുപ്പിക്കാൻ പറ്റുമോ? ഐ മീൻ, ഈ മരുന്ന് കഴിച്ചാൽ നരച്ച മുറി കറുത്ത് വരാനുള്ള സാധ്യത ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന മുടി നമുക്ക് ആ ഏരിയയിൽ വരുന്നത് നോർമൽ കളറിലേക്ക് വരും. ഓക്കെ, അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ജെനറ്റിക്സ് നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണോ? അത് എങ്ങനെ കഷണ്ടിയായിട്ട് നടക്കുന്നത്? അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ കൂടി ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു സെൽഫ് ബോഡി ഇമേജ് ഉണ്ട്. ഓക്കെ, ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് മാത്രം പറയുന്നല്ല, ഇത് പൊതുവായിട്ടുള്ള കോസ്മെറ്റിക് സർജറിയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. കോസ്മെറ്റിക് സർജറി ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻ്റെ ഒരു സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഓരോ വ്യക്തി അനുസരിച്ചിരിക്കും കോസ്മെറ്റിക് സർജറി വേണോ വേണ്ടോ എന്നുള്ളത്. എല്ലാ വ്യക്തികളും നമ്മളെക്കുറിച്ചുള്ള ഒരു പിക്ചർ ഷോക്കേസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നൊരു പിക്ചറുണ്ട്. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ഷോക്കേസ് ചെയ്യുന്നു. ഇപ്പം നമ്മളിടുന്ന വസ്ത്രങ്ങളും അത് തന്നെയാണ്. ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ ഹൗ ഐ ഷുഡ് പ്രൊജക്ട് മൈ സെൽഫ്. അപ്പോൾ ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുക, അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോഡി ആകൃതി എങ്ങനെ ഷോക്കേസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ എപ്പോഴും നമുക്കുണ്ടാവും, ഒരു പിക്ചർ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു പിക്ചർ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്നും വ്യതിയാനങ്ങൾ വരുമ്പോൾ ആ വ്യതിയാനങ്ങൾ മാറ്റി നമ്മൾ ഷോക്കേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹമാണ് കോസ്മെറ്റിക് സർജറിക്കായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതെ.
അപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അല്ലെ ഈ ചെസ്റ്റ് ബൾജ് ചെയ്തിരിക്കുന്ന ആൺകുട്ടികൾ, അത് വളരെ കോമൺ ആയിട്ടുള്ള. അപ്പോൾ അച്ഛനമ്മമാരെപ്പോഴും അവരോട് പറയും എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും. ഇത് പലപ്പോഴും യങ്സ്റ്റേഴ്സിലാണ് വരുന്നത്. അവർക്ക് കോളേജിലേക്ക് പോകാൻ നേരത്ത് അവർ പരിഹസിക്കും, അവർക്ക് സൈക്കോളജിക്കലി പ്രശ്നമുണ്ടാകും. അപ്പോൾ പേരൻസ് അവരെ അത് നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ഇവർ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കൊണ്ട് അവർ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങില്ല. അവരൊരു ആ കുട്ടി ഒരു സ്പോർട്സ് താരമാണെങ്കിൽ നമ്മളൊരു ബാസ്കറ്റ് ബോൾ കളിക്കാൻ നേരത്തുള്ള ജേഴ്സി ഇടുമ്പോൾ ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണുമ്പോഴേക്കും ഹി വിൽ നോട്ട് ഗോ ഫോർ ഇറ്റ്, അത്രയേ ഉള്ളൂ. എന്നാൽ പേരൻസ് ഈ കാര്യത്തിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് അവിടെയും മിണ്ടാൻ പോവില്ല, പുള്ളി അങ്ങ് പെട്ടെന്നൊരു ഇൻട്രോവേർട്ടായി മാറും. അപ്പോൾ ഈ സെയിം തന്നെ കഷണ്ടി. ഇപ്പോൾ കഷണ്ടി ഉള്ള ആൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ഒരാൾ, പുള്ളിക്ക് ഈ കഷണ്ടിയുള്ള മുഖം ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹമില്ല. പുള്ളി മുടിയുള്ളൊരു ഒരു ഫേസ് അല്ല പുള്ളിക്ക് വേണ്ടത്. അന്നേരം ഈ ഇൻ്റർവ്യൂവറായിട്ട് പോകാനായിട്ട് പുള്ളിക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്നുണ്ട്, ഹീ പുട്ട്സ് എ വിഗ്, അത്രയേ ഉള്ളൂ. സോ ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇറ്റ് ഈസ് ബേസിക്കലി ഈ സംഗതികളൊക്കെ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഗിവ്സ് യു കോൺഫിഡൻസ്. അപ്പോൾ ആ കോൺഫിഡൻസ് പേഷ്യൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ആ കോൺഫിഡൻസ് ഉള്ളവന് ഒരു കുഴപ്പമില്ല, എൻ്റെ ഈ കഷണ്ടി കണ്ടോട്ടെ. ഇപ്പോൾ നമ്മൾ ഫഹദ് ഫാസിൽ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പുള്ളിയുടെ കസ്റ്റഡി വെച്ച് തന്നെ പുള്ളി ആക്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്ത് പുള്ളി ആ ഒരു ഫേസ് ഷോക്കേസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, നോ പ്രോബ്ലം. പക്ഷേ അതേസമയം അതിനൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് ആ ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡു ഇറ്റ്, അത്രയേ ഉള്ളൂ. മുടി കൊഴിച്ചിലിനെ കുറിച്ചും ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമായെന്ന് കരുതുന്നു. എന്നാൽ മുടി സൗന്ദര്യത്തിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അത് തികച്ചും വ്യക്തിപരമാണ്.